ഓരോ മീറ്റിങ്ങുകളും കർത്താവിൻ്റെ നിയോഗപ്രകാരമാണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇന്ന് വിശ്വസിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് അത്ഭുതങ്ങളെ സ്വീകരിക്കും എന്നൊരു ഉറപ്പോടെ വേണം ഇരിക്കാനായിട്ട്. ഇന്ന് കർത്താവ് നമ്മളോട് സംസാരിക്കുന്ന നിങ്ങളായിരിക്കുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടെ ഞാൻ ദൈവസന്നിധിയിലാണ് ഇരിക്കുന്നേ എന്നുള്ളൊരു ബോധ്യത്തിൽ വേണം ഇരിക്കാനായിട്ട്. ഇന്ന് കർത്താവ് നമ്മുടെ നടുവിൽ വൻ കാര്യങ്ങളെ ചെയ്യും. നമുക്കറിയാം, നമ്മുടെ സൂം മീറ്റിങ്ങിനകത്ത് നമുക്ക് ഒരുപാട് നേരം പ്രാർത്ഥിക്കാനുള്ളൊരു അവസരങ്ങളില്ല. കൂടുതലും വചനത്തിലാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ പോലും നിങ്ങളുടെ കൂടെയൊക്കെ ഇരുന്ന് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ കർത്താവ് പ്രത്യേകമായ നിയോഗം തന്നുകൊണ്ടാണ് നമ്മൾ ഒരുമിച്ച് ആയിരിക്കുന്നത്. അപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്തു ഭാരത്താലാണോ വന്നത് ആ ഭാരത്തോടെ ആയിരിക്കില്ല നിങ്ങൾ മടങ്ങി പോകുന്നത്. കർത്താവിൻ്റെ കൃപയാൽ അതൊരു അത്ഭുതമായി ഒരു സാക്ഷ്യമായി മാറുമെന്നുള്ളൊരു ബോധ്യത്തിൽ വേണം ഇരിക്കാനായിട്ട്. അതുകൊണ്ട് ഇന്ന് എല്ലാവരും ദൈവസന്നിധിയിൽ നിങ്ങൾ ഏതെങ്കിലും ഡിസ്ട്രാക്ഷനിലായിരിക്കുന്നെങ്കിൽ അതിൽ നിന്നൊക്കെ മാറ്റിവെച്ച് യേശുവിൻ്റെ നാമത്തിൽ ഇന്നെൻ്റെ കർത്താവിൽ നിന്ന് ഞാൻ പ്രാപിക്കും എന്നൊരു ബോധ്യത്തോടെ വേണം ഇരിക്കാനായിട്ട്. ഇന്നിവിടെ വന്നിരിക്കുന്ന ഓരോരുത്തരും കർത്താവിനെ നിങ്ങളെ വളരെ അധികമായി സ്നേഹിക്കുന്നുണ്ട്. കാര്യം കർത്താവിൻ്റെ വചനം ഇപ്രകാരം പറയുന്നു, 2 3 എൻ്റെ നാമത്തിൽ ഒന്നിച്ച് കൂടുന്നവരുടെ നടുവിൽ ഞാനുണ്ട്. അതുകൊണ്ട് ഇന്ന് നമ്മൾ പലയിടങ്ങളിലാണ് ഇരിക്കുന്നെങ്കിൽ പോലും നമ്മുടെ നടുവിൽ ഇന്ന് കർത്താവിൻ്റെ സാന്നിധ്യമുണ്ട്. ഹല്ലേലൂയ. എല്ലാവരും ഇന്ന് വലിയ പ്രാർത്ഥനയോടെ ഇരിക്കുക. ഇന്ന് ഞാൻ ഈ പ്രാർത്ഥന തുടങ്ങുന്ന സമയത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെട്ട ഒരു കാര്യമാണ്. ഇന്ന് എന്താ പറയുന്നത്, സ്റ്റാഗ്നേഷൻ, സ്പിരിറ്റ് ഓഫ് സ്റ്റാഗ്നേഷൻ, അല്ലെങ്കിൽ ഇന്ന് വരെ ഒരു കാര്യം മുന്നിലുണ്ടായിട്ട് കുറേ നാളുകളായിട്ട് അതിനകത്തൊരു മാറ്റത്തെ കാണാൻ പറ്റാത്ത, കുറേ നാളുകളായിട്ട് അങ്ങനെ തന്നെ ഒരു തരത്തിലും ഒരു ചലനമില്ലാത്ത അവസ്ഥകൾ, ഏതെങ്കിലും അത് എന്തുമായിക്കൊള്ളട്ടെ, ആ ഒരു അവസ്ഥയ്ക്കകത്ത് ഇന്ന് കർത്താവിൻ്റെ വലിയൊരു പ്രവൃത്തി ഇറങ്ങാൻ പോവുകയാണെന്നാണ് ദൈവത്തിൻ്റെ ആത്മാവിനോട് പറഞ്ഞ്. കാരണം ഞാൻ ഓരോ തവണയും ദിവസം ഇരിക്കുമ്പോൾ ഞാൻ ചോദിക്കും, കർത്താവ് ഞങ്ങളുടെ മക്കളോട് എന്താ പറയണ്ടേ? കർത്താവ് പറയുന്നത്, അങ്ങനെ ഭാരപ്പെട്ടിരിക്കുന്ന, എന്തൊക്കെ ചെയ്തിട്ടും ഒരു മാറ്റമില്ലാതെ എന്താ പറയുന്നത് സ്റ്റബോൺ ആയിട്ടിരിക്കുന്ന ആ ഒരു അവസ്ഥയെ കർത്താവിന് തൊടാൻ പോവുകയാണ്. എനിക്കറിയത്തില്ല, നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് ഏറ്റെടുക്കുക. യേശുവിൻ്റെ നാമത്തിൽ കർത്താവിന് നമ്മുടെ നടുവിൽ വൻ കാര്യങ്ങളെ ചെയ്യും. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ എല്ലാവരും ഒരിക്കൽ കൂടി സാധനം ചെയ്യുകയാണ്. ഇന്ന് കർത്താവ് വൻ കാര്യങ്ങളെ ചെയ്യും. ഇന്ന് നിങ്ങൾ ഇതിൻ്റെ അകത്ത് ഇരിക്കുമ്പോൾ വിശ്വസിക്കണം, ഈ പ്രാർത്ഥന ഇന്ന് ഇത് വെറും ഒരു കൂട്ടായ്മയല്ല, ഇതിനകത്ത് ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കുന്നുണ്ട്. ഇന്ന് ഞാൻ പറയുന്ന ഓരോ ആമേനും ഓരോ ഹാലേലുയയും അത് സ്വർഗത്തിലെ അപ്പൻ നമ്മളെ നോക്കി കാണുകയാണ്. നമ്മൾ ഈ പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ ദൂതന്മാർ റെഡി ആയിട്ടിരിക്കുകയാണ്. കാര്യം കർത്താവിൻ്റെ വചനം പറയുന്നു, നമ്മുടെ നാവിന്മേലാണ് അധികാരം ഇരിക്കുന്നത് അല്ലേ? നമ്മൾ സൂം മീറ്റിങ്ങുകളിൽ ഉടനീളം കേൾക്കുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ വചനങ്ങളെ അയക്കണം, നിങ്ങളുടെ വചനങ്ങളെ അയച്ച് നിങ്ങളുടെ അത്ഭുതങ്ങളെ പ്രാപിക്കണം. ഈ ഒരു വലിയൊരു മർമ്മത്തിനകത്ത് നിന്നാണ് ഓരോ വിശ്വാസിയും എപ്പോഴും പ്രവർത്തിക്കേണ്ടത്, പ്രാർത്ഥിക്കേണ്ടത്. പലപ്പോഴും പല വിശ്വാസികളുടെയും ജീവിതത്തിൽ പരാജയമായി പോകുന്നതിൻ്റെ കാരണമാണ് അവർക്ക് ആ ഒരു സിറ്റുവേഷനിൽ എന്ത് വചനം ഉപയോഗിക്കണം, എങ്ങനെ ഉപയോഗിക്കണം എന്ന് അറിയത്തില്ല. അതാണ് മെയിനായിട്ടും നമുക്ക് പലപ്പോഴും സ്റ്റക്കായി പോകാനുള്ള കാരണം. പക്ഷെ കർത്താവിൻ്റെ കൃപയാൽ നമ്മൾ ഓരോ ദിവസവും കർത്താവിൻ്റെ വചനത്തിൽ വളരുകയാണ്. അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ ഒരു വചനത്തിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. കാര്യം ഇന്ന് രാവിലെ മുതൽ പ്രെയർ ലൈനിലാകുന്ന സമയത്ത് കുറച്ച് പേരോട് സംസാരിക്കാൻ ഇടവന്നു. അവരൊക്കെ കടന്നു പോകുന്ന എന്നാൽ അനുഗ്രഹത്തിന് വേണ്ടി അവർ പ്രാർത്ഥിക്കുന്നുണ്ട്, അനുഗ്രഹത്തിന്റെ വചനങ്ങളെ അവർ പ്രഖ്യാപിക്കുന്നുണ്ട്. പക്ഷെ അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റത്തെ അവർക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത്, കർത്താവെ, എന്തുകൊണ്ടാണ് അവരുടെ ജീവിതത്തിൽ അവർ പ്രാർത്ഥിച്ചിട്ടും അവര് വചനത്തെ പ്രഖ്യാപിച്ചിട്ടും അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റത്തെ കാണാത്ത, അല്ലെങ്കിൽ അവർ പ്രതീക്ഷിക്കുന്നതിന്റെ ഓപ്പോസിറ്റ് ചില സമയങ്ങളിൽ കാണുന്ന എന്താണെന്ന് ഇങ്ങനെ എൻ്റെ മനസ്സിലോട്ട് ഇങ്ങനെ ഞാനിങ്ങനെ കർത്താവുമായിട്ട് സംസാരിക്കുകയായിരുന്നു. അപ്പൊ എൻ്റെ മനസ്സിലോട്ട് ഇങ്ങനെ വന്നു, ദൈവത്തിന്റെ ആത്മാവ് പെട്ടെന്ന് എൻ്റെ ശ്രദ്ധ തിരിച്ചൊരു വചനത്തിലേക്ക് ഞാനൊന്ന് പോകാൻ ആഗ്രഹിക്കുകയാണ്. ജസ്റ്റ് പ്രൈസ് ദി ലോർഡ്. കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഒരു വചനം വായിക്കുമായിരുന്നെങ്കിൽ. ഓക്കെ, സ്തോത്രം. നമുക്ക് എല്ലാവർക്കും ബൈബിൾ എടുക്കാം. 1 പത്രോസ് യാക്കോബിന്റെ ലേഖനം, അതിന്റെ 3-ാം അധ്യായം, അതിന്റെ 9-ഉം 10-ഉം വാക്യങ്ങളൊന്ന് വായിക്കാമോ?
അജയ സിസ്റ്ററെ കേൾക്കാമോ? ഹലോ, പ്രൈസ് ലോർഡ്. ഒന്നുകൂടെ വായിച്ചോളൂ അജയ സിസ്റ്ററെ. ഓക്കെ, യാക്കോബിന്റെ ലേഖനം അതിന്റെ 3-ാം അധ്യായം 9-10 വാക്യങ്ങൾ. ആമേൻ, സ്തോത്രം. നമുക്ക് വളരെ വളരെ ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ ഒരു കാതലായിട്ടുള്ള ഒരു വചനമാണിത്. പക്ഷെ പലപ്പോഴും ആളുകൾ ഇഗ്നോർ ചെയ്യുന്ന ഒരു വചനമാണിത്. ദൈവത്തിന്റെ ആത്മാവ് എന്നോട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഈ ഒരു വചനത്തിലേക്കാണ് എന്റെ ശ്രദ്ധ പോയത്. ഇപ്രകാരം വചനം പറയുന്നു: അതിനാൽ നാമും കർത്താവും പിതാവുമായവനെ സ്തുതിക്കുന്നു, ദൈവത്തിന്റെ സാദൃശ്യത്തിലുണ്ടായ മനുഷ്യരെ അതിനാൽ ശപിക്കുന്നു. ഒരു വായിൽ തന്നെ സ്തോത്രവും ശാപവും പുറപ്പെടുന്നു. സഹോദരന്മാരെ, ഇങ്ങനെ ആയിരിക്കുന്നത് യോഗ്യമല്ല. ഞാൻ ഒരു നിമിഷം നിങ്ങളോടൊന്ന് ചോദിക്കുകയാണ്. അതായത് നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മൾ ഭയങ്കര പ്രാർത്ഥനയാണ് അല്ലെ, അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ നമ്മൾ വചനം പറയുന്നു, പ്രാർത്ഥിക്കുന്നു. യഥാർത്ഥമായിട്ടും നമ്മുടെ പ്രാർത്ഥന അല്ലെങ്കിൽ നമ്മൾ ആ ഒരു സിറ്റുവേഷൻ, ആ ഒരു നമ്മുടെ മുമ്പിലുള്ള ആ ഒരു വിഷയത്തിൽ നമ്മൾ വചനത്തെ അയച്ച് പ്രാർത്ഥിച്ച ശേഷം നമ്മൾ ആ ഒരു പ്രാർത്ഥനാ മുറിയിൽ നിന്ന് പുറത്തിറങ്ങി ബാക്കിയുള്ള സമയങ്ങൾ നമ്മൾ എങ്ങനെ ചെലവിടുന്നു, നമ്മൾ എന്ത് സംസാരിക്കുന്നു എന്നതിനെ ബേസ് ചെയ്തായിരിക്കും നമുക്ക് ദൈവത്തിൽ നിന്ന് കിട്ടുന്ന ഉത്തരം. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഞാൻ പറഞ്ഞേ. നിങ്ങള് നിങ്ങൾ വളരെ ശ്രദ്ധയോടെ ഇരിക്കണം. ഒരിക്കലും വചനം ഇപ്രകാരമാണ് പറയുന്നത്: പിശാചിന് ഒരിക്കലും നമ്മുടെ മേൽ അധികാരമില്ല. അവന് നമ്മളെ തൊടാൻ കഴിയത്തില്ല. ക്രിസ്തുവിലുള്ള ജനിച്ച ഒരു വ്യക്തിനെ തൊടാൻ സാധിക്കത്തില്ല. അത് 100% സത്യമായൊരു കാര്യമാണ്. പക്ഷെ നിങ്ങൾ ദൈവത്തിന്റെ വചനങ്ങളെ ഏറ്റുപറയുമ്പോൾ, കർത്താവ് തന്ന വാഗ്ദത്തങ്ങളെ വിളിച്ചു പറഞ്ഞ ശേഷം, നിങ്ങളുടെ വായിൽ നിന്ന്, നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ നിന്ന് ഇറങ്ങിയ ശേഷം നിങ്ങൾ എന്തു പറയുന്നു എന്ന് പിശാച് നോക്കിയിരിക്കും. ഞാൻ ഒരു കാര്യം, നമ്മൾ എപ്പോഴും നമ്മുടെ വാക്കുകൾ, ഇവിടെ പറയുന്നത് നമ്മുടെ നാവിനെ പറ്റിയാണ് അല്ലെ. നമ്മുടെ നാവ് കൊണ്ടാണല്ലോ കർത്താവിനെ സ്തുതിക്കുന്നത്. എന്നാൽ നമ്മളെ നാവ് കൊണ്ട് നമ്മൾ കർത്താവിനെ സ്തുതിക്കുന്ന അതേ നാവ് കൊണ്ട് തന്നെ ദൈവത്തിന്റെ സാദൃശ്യത്തിലുണ്ടായ മനുഷ്യരെ ശപിക്കുന്നു. അത് നല്ലതല്ലെന്ന് ദൈവത്തിന്റെ വചനം വ്യക്തമായിട്ട് പറയുകയാണ്. അപ്പൊ ഞാൻ ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് നമ്മുടെ വിഷയങ്ങൾ, നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയം ഒരുപക്ഷെ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയായിരിക്കാം, നിങ്ങളുടെ ഭർത്താവിന് വേണ്ടിയായിരിക്കാം, ഏതൊരു വിഷയമായിക്കൊള്ളട്ടെ. നിങ്ങൾ ആ ഒരു വചനത്തെ നിങ്ങൾ ആ വിശ്വാസത്താൽ എറിയുമ്പോൾ അത് ഈ ആത്മമണ്ഡലത്തിൽ അത് ഭയങ്കരമായിട്ട് ആക്റ്റീവായിട്ട് നിൽക്കുക. നിങ്ങൾ വിചാരിക്കരുത് നിങ്ങളൊരു വചനം പറയുമ്പോൾ ഓരോ വചനം പറഞ്ഞ് പിന്നെയും പറഞ്ഞ് അത് അങ്ങനെയല്ല സംഭവിക്കുന്നത്. നിങ്ങൾ വിശ്വാസത്താൽ ദൈവത്തിന്റെ വചനത്തെ എറിയുമ്പോൾ കർത്താവിന്റെ ദൂതന്മാർ ഇങ്ങനെ ആക്റ്റീവായിട്ട് നിൽക്കുകയാണ് അതിനെടുത്ത് പ്രവർത്തിക്കാനായിട്ട്. എല്ലാ വാഗ്ദത്തങ്ങൾക്കും എല്ലാ വചനങ്ങൾക്കും തക്കതായ ഒരു സമയം ദൈവം വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഈ സെയിം വാക്കുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ അതേ നാവ് കൊണ്ട് തന്നെ നിങ്ങൾ പ്രാർത്ഥിച്ച, വിശ്വസിച്ച, അല്ലെങ്കിൽ വിശ്വസിച്ച ആ വചനത്തിന് വിരുദ്ധമായി സംസാരിക്കുമ്പോൾ അതിനെ ആക്ടിവേറ്റ് ആക്കാനായിട്ട് സാത്താന്റെ ദൂതന്മാരെ നിപ്പുണ്ട്. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം വ്യക്തമായിട്ട് പറയുന്നത്, ഒരു വായിൽ നിന്ന് തന്നെ സ്തോത്രവും ശാപവും പുറപ്പെടുന്നു. ഇങ്ങനെ വരുന്നത് യോഗ്യമല്ല. കാര്യം, ശത്രു നമ്മുടെ നാവിനെയാണ് എപ്പോഴും ഉന്നം വെച്ചിരിക്കുന്നത്. അവൻ ഒരിക്കലും നമ്മളെ ഫിസിക്കലായിട്ട് അറ്റാക്ക് ചെയ്യാൻ സാധിക്കത്തില്ല. അത് വചനം ശക്തമായിട്ട് പറയുന്നുണ്ട്. പക്ഷേ അവൻ നമ്മുടെ അനുഗ്രഹങ്ങളെ തട്ടിയെടുക്കുന്നത് നമ്മൾ അനുഗ്രഹം പറയുന്ന, അല്ലെങ്കിൽ നമ്മൾ വചനം പറയുന്ന ഇതേ നാവിനെ നമ്മളെ കൊണ്ട് തന്നെ ഉപയോഗിപ്പിക്കുകയാണ്. എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ? ഒരു ആമേൻ പറഞ്ഞാട്ടെ. ആമേൻ.
ഇത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പലരും ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യമാണ്. അപ്പൊ ഞാനിത് പറയാൻ കാര്യം, കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ പ്രാർത്ഥനാ വിഷയത്തില് ഞാൻ ഇങ്ങനെ എനിക്ക് കോളുകൾ വരാറുണ്ട്. സംസാരിക്കുന്ന സമയത്ത് ഒരു മാതാവിനോട് സംസാരിക്കാൻ ഇടയായി. സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ മാതാവ് കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നോട് പറഞ്ഞ, സിസ്റ്ററെ, ഞാൻ എല്ലാ ദിവസവും വചനം പറയുന്നുണ്ട്, എന്റെ ഭർത്താവിന് മാനസാന്തരം വിടാൻ വേണ്ടി പറയുന്നുണ്ട്, പക്ഷെ എനിക്കൊന്നും കാണാൻ പറ്റത്തില്ല. ഞാനിങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ്. ഞാൻ ഒരാൾ വിളിച്ചു കഴിയുമ്പോൾ അവരുടെ വിഷമങ്ങളൊക്കെ ഇരുന്ന് കേൾക്കാറുണ്ട്. കാര്യം അവർക്ക് വിഷമമുള്ളതുകൊണ്ടാണല്ലോ, ആരും പറയാനില്ലാത്തതുകൊണ്ടാണല്ലോ നമ്മൾ വിളിക്കുന്നത്. അങ്ങനെ പറഞ്ഞു വന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ചോദിക്കാനിടയായിരുന്നു, ഉറപ്പുണ്ടോ കർത്താവ് അത്ഭുതം ചെയ്യും? കർത്താവ് അത്ഭുതം ചെയ്യും, ഞാൻ വചനമൊക്കെ പറയുന്നുണ്ട്, പക്ഷെ എന്നാ ചെയ്യുന്നത് സിസ്റ്റർ, ഇങ്ങനെയാണ്, അയാള് നന്നാവത്തില്ല. പിന്നെ പതുക്കെ ഈ വചനം പറഞ്ഞ നാവുകൊണ്ട് തന്നെ പതുക്കെ പറയാം, അല്ലേലും എനിക്കറിയാം ഇവര് നന്നാകാൻ പോകുന്നില്ല, കുറെ നാളായി ഇങ്ങനെ പറഞ്ഞിട്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ കുറച്ചു നേരം കേട്ടിരുന്ന് സിസ്റ്ററോട് ഞാനിങ്ങനെ സംസാരിച്ചു. ഞാൻ സിസ്റ്ററോട് ഇങ്ങനെ സംസാരിക്കുവോ, ഞാൻ എടുത്തു ചോദിച്ചു, സിസ്റ്റർ ഇപ്പൊ എന്താ പറഞ്ഞതെന്ന് ചിന്തിക്കുന്നുണ്ടോന്ന് ചോദിച്ചു. അതങ്ങനെയാ, ഞാൻ പ്രാർത്ഥിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല, വചനം പറയുന്നുണ്ട്, പിന്നെ എങ്ങാനും മാറുമായിരിക്കാം. അപ്പം തുടക്കത്തിൽ വളരെ വിശ്വാസത്തോടെ വചനം പറഞ്ഞു വന്നിട്ട് പിന്നീട് അത് യഥാർത്ഥമായ ഉള്ളു തുറന്ന് സംസാരിക്കുകയാണ്. അതായത്, എനിക്കറിയാതെ ഇതിങ്ങനെ മാറത്തൊന്നുമില്ല, കുറെ നാളായി ഞാൻ പ്രാർത്ഥിക്കുന്നു, അങ്ങേര് നന്നാകാൻ പോകുന്നത്, അങ്ങേരെന്ന് പറഞ്ഞ വാക്ക് ഞാൻ ക്ഷമിക്കണം, അങ്ങനെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട് വാക്ക്, അങ്ങനെ നന്നാകാൻ പോകുന്നില്ല. അപ്പൊ നമ്മള് വിശ്വസിക്കുന്ന എന്താണ്, നമ്മൾ പറയുന്ന എന്താണ്? അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ അങ്ങനെ ഒരു സംശയത്തിൽ, നിങ്ങൾ ഏതെങ്കിലും അറിഞ്ഞും അറിയാതെയും നിങ്ങളുടെ നാവിനെ നിങ്ങൾ അങ്ങനെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. കാര്യം, നിങ്ങൾ തന്നെ നിങ്ങളുടെ വാഗ്ദത്തങ്ങളെ ഡിലേ ചെയ്യുകയാണ്. ഇപ്പൊ എല്ലാവർക്കും പ്രാർത്ഥിക്കാൻ ഇഷ്ടമാണ്, എല്ലാവർക്കും ആരാധിക്കാൻ ഇഷ്ടമാണ്. അന്യഭാഷയൊക്കെ അങ്ങ് പറഞ്ഞു തുടങ്ങി ഒരു 10-20 മിനിറ്റ് ആ പരിസരത്തോട് ആർക്കും പോകാൻ പറ്റാത്ത രീതിയിൽ ഭയങ്കര സ്ട്രോങ് ആയിട്ടാണ് പറയുന്നത്. പക്ഷെ അത് ഇറങ്ങി, ആ മുറി വിട്ട് പുറത്തോട്ട് ഇറങ്ങി നമ്മുടെ നാവിൽ നിന്ന് ഇതെന്തെങ്കിലും നന്നാകാൻ പോകുന്നില്ല, ഇതൊന്നും ശരിയാകാൻ പോകുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു തെറ്റാണ്. കാര്യം, നമ്മൾ തന്നെ നമ്മുടെ അനുഗ്രഹത്തെ തടയുകയാണ്. നമുക്കറിയാം, ചിലരൊക്കെ, നിങ്ങൾ പലരെയും മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായിരിക്കാം. ഒരു പക്ഷെ മക്കളുടെ മാനസാന്തരമായിരിക്കാം, ഭർത്താവിന്റെ ആയിരിക്കാം, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇഷ്യൂ ആയിരിക്കും, ഏതൊരു ഇഷ്യൂ ആയിക്കൊള്ളട്ടെ, നിങ്ങൾ പറയുന്ന വചനത്തിന് വിരുദ്ധമായി തന്നെ നിങ്ങളുടെ നാവിൽ നിന്ന് അതിനെതിരെയുള്ള വാക്കുകൾ പറയുന്നുണ്ടെങ്കിൽ അത് പിശാചിനെടുത്ത് നിങ്ങളെ എതിരെ ഉപയോഗിക്കാൻ പറ്റും. എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും? ആ ഒരു നന്മേനെ ഡിലേ ആക്കാൻ പറ്റും. അപ്പൊ ഒരുപക്ഷെ നാളെ ആയിരിക്കും ദൈവം നിങ്ങൾക്ക് ആ നന്മ മുന്നിൽ വെച്ചേക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്ന് പറയാ, ഇവനൊന്നും ഒരിക്കലും നന്നാകത്തില്ല, ഇവനൊക്കെ വേണ്ടി എത്ര നാൾ ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് കുഞ്ഞുങ്ങളെ പറ്റി പറയുമ്പോൾ അത് അവർക്ക് മേലെ ശാപമായിട്ട് വരികയാണ്. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? വിശ്വാസി എന്ന നിലയ്ക്ക് അന്യഭാഷ പറയുന്നത് നല്ലതാണ്, വചനങ്ങളെ പറയുന്നത് നല്ലതാണ്. അതിനേക്കാളും ഉപരി നമ്മൾ ആ വചനങ്ങളെ പറഞ്ഞ ശേഷം, നമ്മൾ ആ പ്രാർത്ഥന മുറി വിട്ട് പുറത്തിറങ്ങിയ ശേഷം നിങ്ങൾ എന്താണ് ആ ഒരു ദിവസം സംസാരിച്ചത്, ആ ഒരു വിഷയത്തെ മാത്രമാണോ നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? അല്ലെങ്കിൽ ആ വിഷയത്തോട് നിങ്ങളുടെ വചനങ്ങളെ എറിഞ്ഞ് ആ വിഷയത്തെ മാറ്റിയാണോ സംസാരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്? നിങ്ങളിപ്പോ ആയിരിക്കുന്ന സമയത്തൊന്ന് ഓർത്ത് നോക്കണം. എല്ലാവരും ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ഇന്ന വിഷയങ്ങൾ എനിക്കുണ്ട്, ആ വിഷയത്തിൽ ഞാൻ വചനം വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്, എന്നാൽ ഞാൻ എന്താണ് അതിനെപ്പറ്റി സംസാരിക്കുന്നത്? പലപ്പോഴും ബ്രദർ എപ്പോഴും സൂം മീറ്റിങ്ങിന് പറയുന്ന ഒരു കാര്യമാണ്, പലപ്പോഴും നമ്മള് ഇങ്ങനെ നെഗറ്റീവായ വാക്കുകളെ, അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്നതിന് വിരുദ്ധമായ വാക്കുകളെ പറയുന്നത് നമ്മൾ കൂട്ടുകൂടുന്ന ആളുകളുമായിട്ട് പലപ്പോഴും ബന്ധപ്പെട്ടായിരിക്കുന്നേ. നിങ്ങൾ നല്ല വിശ്വാസികളുമായിട്ടല്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് വിശ്വാസം പകരുന്ന, വചനം പറയാൻ പ്രേരിപ്പിക്കാത്ത, എപ്പോഴും നെഗറ്റീവ് പറയുന്ന ആളുകളുമായിട്ടാണ് നിങ്ങളുടെ കൂട്ടെങ്കിൽ നിങ്ങൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു സംസാരത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കൂട്ടുകെട്ടുകളെ ശ്രദ്ധിക്കുക. എപ്പോഴും പറയുന്ന പോലെ ദുഷ്ടൻ നോക്കിയിരിക്കുകയാണ് നിങ്ങളുടെ നാവിൽ നിന്ന് വരുന്ന എന്താണെന്ന്. കാര്യം, ആത്മമണ്ഡലത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി നടക്കുന്നത് നമ്മുടെ നാവിലൂടെയാണ്, അല്ലെ? നമ്മൾ എപ്പോഴും കേൾക്കുന്നൊരു വചനമാണ്, നിങ്ങൾ വിശ്വാസത്തോടെ ഈ മലയോട് കടലിൽ പോയി ചാടുക എന്ന് പറഞ്ഞത് സംഭവിക്കും. പറയുക, നമ്മൾ പറയുന്നത് സംഭവിക്കുമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെയാണ് നമ്മൾ നിസ്സാരമായി കാണല്. ഇന്ന് വരെ നിങ്ങൾ അറിഞ്ഞും അറിയാതെയും, അപ്പം നിങ്ങൾ പറയായിരിക്കും, സിസ്റ്റർ എല്ലാരും മനുഷ്യരല്ലേ,
അറിയാതെയൊക്കെ ഇങ്ങനെയൊക്കെ സംസാരിച്ചു പോകത്തില്ല, അല്ലെങ്കിൽ ഞാൻ അറിയാതെ ഇങ്ങനെ പറഞ്ഞു പോയി. ഓക്കെ, കർത്താവിന് ഇത് മനസ്സിലാക്കാന്നുള്ളൂ. ഇപ്പൊ നിങ്ങൾ അറിയാതെയാണ് അങ്ങനെ പറഞ്ഞു പോയെങ്കിൽ ദൈവസന്നെ ഏറ്റു പറയാം, കർത്താവ് അപ്പോഴത്തെ ഒരു വിഷമത്തിൽ ഞാൻ എൻ്റെ കുഞ്ഞിനെ പറ്റി പറഞ്ഞു പോയതാണ്, അപ്പോഴത്തെ ഒരു വിഷമത്തിൽ ഞാൻ ഇങ്ങനെ സംസാരിച്ചു പോയതാണ്. കർത്താവിനോട് ക്ഷമിക്കണം, എൻ്റെ നാവിനെ സൂക്ഷിക്കാൻ എന്നെ സഹായിക്കണമെന്ന് എല്ലാവരും പ്രാർത്ഥിക്കുക. കാര്യം എപ്പോഴും നമ്മൾ ബ്രദർ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്, ജീവനും മരണവും നമ്മുടെ നാവിൽ തന്നെയാണ് ഇരിക്കുന്നത്. അതിനെ ഇഷ്ടപ്പെടുന്നവർ അതിന്റെ ഫലം അനുഭവിക്കും. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും വിചാരിക്കില്ല നമ്മൾ പ്രാർത്ഥനയിൽ ഇരിക്കുമ്പോൾ പറയുന്ന വചനങ്ങൾ മാത്രമല്ല നമ്മുടെ നാവിലൂടെ വരുന്നത് പ്രവർത്തിക്കുന്നത്. നമ്മൾ പ്രാർത്ഥനയ്ക്ക് ശേഷം നിങ്ങൾ എങ്ങനെ സംസാരിക്കുന്നു, നിങ്ങൾ എങ്ങനെ വിശ്വാസത്തിന്റെ വചനങ്ങൾ പറയുന്നു എന്നതാണ് കാര്യം ഇരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഈ ദിവസങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കണം. നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അവന്റെ തന്ത്രങ്ങളിൽ പെട്ടുപോകരുത്. ഞാൻ ഈ സമയത്ത് ഒരു ഇൻസിഡന്റ് പറയാൻ ആഗ്രഹിക്കണം. നമ്മൾ പ്രാർത്ഥന വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു സിസ്റ്ററാണ്. സൂം മീറ്റിംഗിൽ കയറാറില്ല, എന്തെങ്കിലും വിഷയം വരുമ്പോൾ വിളിക്കും, സമയമുണ്ടെങ്കിൽ ഇടയ്ക്ക് എടുക്കും. പക്ഷെ ഇപ്പൊ അങ്ങനെ കയറാറില്ല. ഞാനിങ്ങനെ കേൾക്കാൻ ഇട വന്നു. അതെ, പുള്ളിക്കാരത്തിക്ക് ഒരു മോളുണ്ട്. എപ്പോഴും മോളെ പറ്റി ആകുലതയാണ്. അവള് പഠിക്കുന്നില്ല, അവള് ജോലിക്ക് പോകുന്നില്ല, അവൾക്ക് ശ്രദ്ധയില്ല, അങ്ങനെ കുറെ കാര്യങ്ങൾ ആവലാതെയാണ്. അപ്പൊ നമ്മളെ വിളിക്കുമ്പോ ഞാൻ പറഞ്ഞു, മോളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കണം, തലമുറയെ കുറിച്ചുള്ള വചനങ്ങളെ അവളുടെ നേരെ എറിയുമ്പോൾ ആ ഒരു വചനം അവളുടെ മേല് പ്രവർത്തിച്ച് അത് അത്ഭുതമായി തീരും. പക്ഷെ ഞാൻ പിന്നീട് ആ സിസ്റ്ററിന്റെ ഹസ്ബൻഡ് എന്നെ വിളിക്കാനിട, അദ്ദേഹത്തോട് സംസാരിക്കേണ്ടി വന്നു. സിസ്റ്ററെ ഇങ്ങനെയാണ് പറഞ്ഞത്, സിസ്റ്ററെ എൻ്റെ ഭാര്യനെ ഒന്ന് ഉപദേശിക്കണം, അവൾ എല്ലായിടത്തും പ്രാർത്ഥനയ്ക്ക് ഓടി നടക്കുമോ, പക്ഷെ കുഞ്ഞിന് വേണ്ടിയിട്ടാണ് അവൾ ഓടി നടക്കുന്നത്. പക്ഷെ അവൾ വായ എടുത്തിട്ടുണ്ടെങ്കിൽ കുഞ്ഞിനെ പറ്റി നെഗറ്റീവ് മാത്രമേ പോകത്തുള്ളൂ. നീ നന്നാവത്തില്ല, നീ ഒരിക്കലും ശരിയാകത്തില്ല, നീ പോകുന്ന വഴിക്ക് തീർന്നു പോകത്തുള്ളൂ. ഇങ്ങനെയുള്ള ശാപത്തിന്റെ വാക്കുകൾ പറഞ്ഞിട്ട് നമ്മൾ വിചാരിക്കും, ഓക്കെ ഞാൻ അന്ന ഈ പ്രാർത്ഥന സ്ഥലത്ത് പോയി ഒരു പ്രാർത്ഥന വിഷയം എഴുതി കൊടുത്താൽ അല്ലെങ്കിൽ അവരോട് പ്രാർത്ഥന ചോദിച്ചാൽ എന്റെ കാര്യം ശരിയാകൂന്ന് എങ്ങനെ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും വളരെ മണ്ടത്തരമാണ്. അത് പിശാചൻ നിങ്ങളെ എന്താ പറയുന്ന അവന്റെ തന്ത്രങ്ങൾ നിങ്ങൾ പെട്ടുപോയതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ട് കാണാൻ എന്നെക്കാളും ഉപരി ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്ന് മുതൽ ഒരു തീരുമാനം എടുക്കണം. ഇന്ന് അങ്ങനെ ആരെങ്കിലും സംസാരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇന്നും അതത് മാറ്റി ഇന്ന് വചനങ്ങളെ പറഞ്ഞ് മാക്സിമം നെഗറ്റീവുകളെ, ഇങ്ങനെയുള്ള ശാപവാക്കുകളെ പറയാതിരിക്കാൻ ശ്രദ്ധിക്കുക. അജയ സിസ്റ്ററെ ഒരു വാക്കും കൂടെ ഒന്ന് വായിക്കാൻ സഹായിക്കാവോ? കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, 1 പത്രോസ് അതിന്റെ 3-ാം അധ്യായം 9-ാം വാക്യം കൂടെ ഒന്ന് വായിക്കാമോ? ആമേൻ. കർത്താവിന്റെ വചനം വ്യക്തമായിട്ട് ഇവിടെ സംസാരിക്കുകയാണ്. ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പറയാതെ ചെയ്യാതെ അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരാ. നമ്മളെപ്പോഴും നമ്മളെ പറ്റി ഒരു ബോധം ഉണ്ടാകും, നമ്മൾ അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കുക, നമ്മളെ ബ്ലെസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. കർത്താവിന്റെ ആഗ്രഹം നമ്മൾ സകല മേഖലയെ അനുഗ്രഹിക്കപ്പെടണം. നമ്മുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടണം, നമ്മളെ മക്കള്, നമ്മളെ ഫിനാൻഷ്യൽ മേഖല, നിങ്ങൾ ആയിരിക്കുന്ന ഏത് വിഷയമായിക്കോട്ടെ, ജോലി മേഖല, എല്ലായിടത്തും അനുഗ്രഹിക്കപ്പെട്ട് കാണണമെന്നാണ് ആഗ്രഹിക്കുന്നത്. നമ്മൾ ഇന്ന് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ കൂടിയിരിക്കുന്നതിന്റെ കാര്യം തന്നെ നമ്മൾ പ്രാർത്ഥിക്കാനാണെന്നല്ലേ. പ്രാർത്ഥിക്കാന്ന് പറഞ്ഞാൽ നമ്മുടെ വിഷയങ്ങളെ പറയുക മാത്രമല്ല, നമ്മളെ ആ വിഷയത്തെ നോക്കി യേശുവിന്റെ നാമത്തിൽ വചനങ്ങളെ ഉരുവിട്ട് അന്യഭാഷയിൽ പറഞ്ഞ് നമ്മൾ അതിനെ റിലീസ് ചെയ്യാണ്. ഞാൻ ഉറപ്പായിട്ടും വിശ്വസിക്കുന്നു, ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് തടസ്സമായി നിൽക്കുന്ന തടസ്സങ്ങളെ ദൈവം മാറ്റും. അത്ഭുത സാക്ഷ്യങ്ങൾ ഉണ്ടാകും, സൗഖ്യങ്ങൾ ഉണ്ടാകും. ഇന്ന് വരെ നിങ്ങൾ ചിന്തിക്കാത്ത മേഖലയിൽ മൂവ് ചെയ്യാത്ത, കർത്താവ് ഇടപെട്ടതുമല്ല, ഇന്ന് വരെ മൂവ് ചെയ്യാത്ത കാര്യങ്ങളെ, ഇന്ന് വരെ ഒരു കുലുക്കവും ഇല്ലാതെ മാറാതെ നിൽക്കുന്ന വിഷയങ്ങളെ കർത്താവ് മാറ്റും. എല്ലാം സംഭവിക്കും. പക്ഷെ നിങ്ങൾ ഈ പ്രാർത്ഥന പ്ലാറ്റ്ഫോമിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ ശേഷം നിങ്ങൾ ആ ഒരു അനുഗ്രഹത്തെ, നന്മയെ നഷ്ടപ്പെട്ടു പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്ന് പലർക്കും, പല വിശ്വാസികൾക്കും അറിയില്ലാത്തൊരു കാര്യമാണിത്.
നിങ്ങൾ അരമണിക്കൂർ പ്രാർത്ഥിക്കുന്നതിലല്ല കാര്യം. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ അരമണിക്കൂർ പ്രാർത്ഥിച്ചോ ഇല്ലയോ എന്നല്ല, നിങ്ങൾ അതിനുശേഷം നിങ്ങളെ ദിനം പ്രതിയുള്ള സമയങ്ങളിൽ നിങ്ങളൊരു വിഷയത്തെ പറ്റി സംസാരിക്കുമ്പോൾ അതെങ്ങനെ നിങ്ങൾ കൈകാര്യം ചെയ്യുന്നു, അതെങ്ങനെ നിങ്ങൾ സംസാരിക്കുന്നു എന്നല്ലാണ് ഇരിക്കുന്നത്. നമ്മൾ ആ വചനത്തിലേക്ക് തിരിച്ചു വരാം. ദൈവത്തിന്റെ വചനം ഇപ്രകാരം പറയുന്നു, ദോഷത്തിന് പകരം ദോഷവും ശകാരത്തിന് പകരം ശകാരവും ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിക്കുവിൻ. അപ്പോൾ നിങ്ങൾക്കിപ്പോ എതിരെ നിൽക്കുന്നൊരു വ്യക്തി ആയിക്കോട്ടെ, ഒരുപക്ഷെ നിങ്ങളുടെ കുടുംബത്തിലുള്ളതായിരിക്കാം, നിങ്ങൾ ജോലി ചെയ്യുന്നിടത്തായിരിക്കാം. സിസ്റ്റർ, എനിക്ക് ഒട്ടും പറ്റുന്നില്ല അവരുടെ അടുത്ത് നിൽക്കാനായിട്ട്, എനിക്ക് പറ്റുന്ന അവരത്രത്തോളം എന്നെ ഉപദ്രവിക്കുകയാണ്, അല്ലെങ്കിൽ അവരെന്നെ മനഃപൂർവ്വം ഇൻസൾട്ട് ചെയ്യാണ്, അവരെന്നെ എന്താ ചെയ്യുന്ന, അവരെന്നെ ടാർഗറ്റ് ചെയ്യാണ് എന്നിങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ, പിശാച് അവിടെ ഉപയോഗിക്കുന്ന ഒരു തന്ത്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ ഒരു വ്യക്തിയോട് നമുക്ക് വൈരാഗ്യം ഉണ്ടാക്കും. കണ്ടോ അവൻ നിന്നോട് ഇങ്ങനെ ചെയ്തില്ലേ, അവള് നിന്നോട് ഇങ്ങനെ ചെയ്തില്ലേ, അവര് നിനക്കെതിരെ എന്തൊക്കെയോ കൂടി പറയുന്നു. ഇങ്ങനെയുള്ള ജഡികമായ ചിന്തകളെ നമ്മുടെ ഉള്ളിലേക്കിട്ട് ഒരു ദൈവ പൈതലാണെന്നോ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെന്നുള്ള ഒരു ബോധ്യത്തെ നിങ്ങളിൽ നിന്ന് മാറ്റി വെറും ഒരു സാധാരണക്കാരിയെ പോലെ പിശാച് ചിന്തിപ്പിക്കാൻ നോക്കും. അതുകൊണ്ട് ഇപ്പൊ നിങ്ങൾക്കെതിരെ നിൽക്കുന്ന ഏത് വ്യക്തി ആയിക്കോട്ടെ, നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ അയൽക്കാരായിരിക്കാം, നിങ്ങളുടെ ജോലി സ്ഥലത്തായിരിക്കാം, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, അവരിലൂടെ, ആ ഒരു വ്യക്തിയിലൂടെ പിശാചാണ് പ്രവർത്തിക്കുന്നത്. ഒരിക്കലും ആ ഒരു വ്യക്തിനെ നമ്മുടെ ശത്രുവായിട്ട് കാണില്ല. ചിലരൊക്കെ ചില സമയത്തങ്ങളെ എനിക്ക് ചില കോളൊക്കെ വരും പറയും, സിസ്റ്ററെ എന്റെ ഇന്ന അയൽവാസിയാണ്, എങ്ങനെയാലും സിസ്റ്ററെ അങ്ങോട്ടങ്ങ് തകർത്ത് കളയണമെന്നാ പറയുന്നത്. ഞാൻ പറഞ്ഞു, അങ്ങനെ ഒരു ദൈവത്തെ എനിക്ക് അറിയത്തില്ല. നിങ്ങൾ പ്രാർത്ഥിച്ച് നിങ്ങൾക്കെത്, അതാണ് ആ പിശാചിന്റെ തന്ത്രം എന്ന് പറയുന്നത്. നിങ്ങളെ കൊണ്ട് ആ ഒരു അയൽവാസിനെ ഉള്ള വാശി, വൈരാഗ്യം, കയ്പെല്ലാം വർദ്ധിപ്പിക്കും. അപ്പൊ നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ ആ ഒരു വ്യക്തിനെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. നിങ്ങൾ പോലും അറിയാതെ ആ വ്യക്തിനെ നിങ്ങൾ വെറുക്കുമ്പോൾ നിങ്ങളുടെ അനുഗ്രഹത്തെയാണ് നിങ്ങൾ തടസ്സം ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് പ്രിയപ്പെട്ട അമ്മമാരുണ്ട്, സിസ്റ്റേഴ്സ് ഉണ്ട്, എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചു കേട്ടെ. പിശാച് നിന്നോട് പറയാം, എന്നാലും അവൾ നിന്നെപ്പറ്റി അങ്ങനെ പറഞ്ഞല്ലോ, എന്നാലും അവൻ നിന്നോട് പറ്റി അങ്ങനെ പറഞ്ഞല്ലോ, എന്നാലും ആ ഒരു കൂട്ടം ചെയ്യുന്ന നിന്നെ പറ്റി ഇങ്ങനെ പറഞ്ഞല്ലോ. അപ്പൊ നിങ്ങൾ പറയണ ഇങ്ങനെയാണ്, പിശാച് വന്ന് പറയും, കണ്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ വൈരാഗ്യമായി, ദേഷ്യമായി, പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. എന്നാ കുറച്ചു നേരം 15 മിനിറ്റ് കറക്റ്റ് 9 മണിയാകുമ്പോൾ സൂം മീറ്റിംഗിൽ പോയി കൂടുകയും ചെയ്യും. അപ്പൊ നമ്മൾ ഓർക്കും നമ്മുടെ വിഷയങ്ങൾ ആ സൂം മീറ്റിംഗിൽ കൂടുമ്പോൾ റെഡിയാകും. പക്ഷെ നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ അനുഗ്രഹത്തെ മുടക്കി വെച്ചിരിക്കുക. നിങ്ങൾ ഓൾറെഡി അവരോടുള്ള വാശി, വൈരാഗ്യം, ദേഷ്യം, കയ്പും കൊണ്ട് നിങ്ങൾ ആ ഒരു നിങ്ങളുടെ അനുഗ്രഹത്തിന് ഡിലേ ചെയ്യുക. കാര്യം ദൈവത്തിന്, കർത്താവിന്റെ വചനം അനുസരിച്ച് ദൈവം പ്രവർത്തിക്കത്തുള്ളൂ. ദൈവത്തിന്റെ വചനം പറയുന്നു, അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടതുകൊണ്ട് നിങ്ങൾ അനുഗ്രഹിക്കുന്നവരായിരിക്കുവിൻ, നിങ്ങൾ ശപിക്കരുത്. ഞാൻ മുമ്പേ തന്നെ കുറച്ചു മുമ്പ് പറഞ്ഞ ഒരു സിസ്റ്ററിന്റെ കാര്യം, ഭർത്താവ് വിളിച്ച് എന്നോട് പറയാം, സിസ്റ്റർ ഇവളെ ഒന്ന് ഉപദേശിക്കണം, അവൾ പ്രാർത്ഥിക്കുമ്പോൾ ഭയങ്കര പ്രാർത്ഥനയാ, മോളെ ശപിച്ച് ഇപ്പൊ അവളൊരു സ്ഥിരം രോഗിയായി തീർന്നിരിക്കാൻ പറഞ്ഞു. അത് സത്യമായിട്ടുള്ള കാര്യമാണ് കേട്ടോ. ഇതുപോലെ എല്ലാ ദിവസവും നീ ശരിയാവത്തില്ല, നീ ഗുണം പിടിക്കത്തില്ല എന്ന് പറഞ്ഞ്, എന്നിട്ട് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ അരമണിക്കൂർ അലമുറയിട്ട് വലിയ പ്രാർത്ഥനയും കരച്ചിലും വചനം പറച്ചിലും, അത് രണ്ടും ചേരത്തില്ല. അങ്ങനെ ഒരു സ്വഭാവം നിങ്ങൾ പോലും അറിയാതെ നിങ്ങളിലുണ്ടെങ്കിൽ ഇന്ന് തന്നെ നിങ്ങൾ അതിനെ തിരുത്തണം. നിങ്ങൾക്ക് പറയാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ ഇങ്ങനത്തെ വൈരാഗ്യങ്ങളും ദേഷ്യങ്ങളും വരുവാണെങ്കിൽ നിങ്ങൾ ഈ ഒരു പ്രാർത്ഥനയ്ക്കകത്ത് ദൈവസന്നിധിയിൽ ഏൽപ്പിക്കണം. കർത്താവേ, എനിക്ക് ആ വ്യക്തിനെ ആളുള്ള വെറുപ്പ് മാറുന്നില്ല, കാര്യം അയാൾ എത്രത്തോളം എന്നെ ഉപദ്രവിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ അറിയുന്ന ദൈവമേ, അദ്ദേഹം അല്ല, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയല്ല, അദ്ദേഹത്തിലൂടെ പിശാചാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് കർത്താവെ, എനിക്ക് മനസ്സുകൊണ്ട് പറ്റുന്നില്ല, ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, അല്ലെങ്കിൽ അവരോട് ക്ഷമിക്കാനുള്ളൊരു മനസ്സ് എനിക്ക് തരണമേ. ഇതൊരു ഭയങ്കര പവർഫുൾ ആണ്. ഇന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, ഇന്ന് ഇവിടെ ഇരിക്കുന്ന പകുതി മുകളിൽ ആളുകളുടെ വിഷയങ്ങൾ, ഇന്ന് വരെ ചലിക്കാത്ത വിഷയങ്ങൾ നിങ്ങൾ ചലിച്ചു കാണുക തന്നെ ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കൽ പോലും പിശാചിന്റെ തന്ത്രങ്ങളെ നിങ്ങൾ ശ്രദ്ധിക്കാതെ പോകരുത്. നമ്മളെ ദൈവം ആക്കി വെച്ചിരിക്കുന്നത്, എപ്പോഴും പറയുന്നത്, നമ്മൾ ദൈവത്തിന്റെ പടയാളികളാണ്. നിങ്ങളൊരു സാധാരണക്കാരല്ല, സാധാരണ ഒരു വിശ്വാസി എന്ന പേരുള്ള ഒരാളല്ല. ദൈവം നിങ്ങൾ അത്രത്തോളം ഉയരത്തിലാണ് വെച്ചിരിക്കുന്നത്. സർവശക്തിയുള്ള ദൈവത്തിന്റെ മക്കളാണ് നിങ്ങൾ. ആ സർവശക്തിയുള്ള ദൈവത്തിന്റെ മക്കളാണെങ്കിൽ, നമ്മൾ ഇന്നലെ കേട്ടു നിങ്ങൾ ദൈവരാജ്യത്തിലാണ് അല്ലെ, സൂം മീറ്റിംഗ് നമ്മൾ കേട്ടു ദൈവരാജ്യത്തിലുള്ളവരാണ്.
അങ്ങനെ രാജാവിന്റെ മകനാണെങ്കിൽ, കർത്താവിന്റെ മകനാണെങ്കിൽ, കർത്താവിന്റെ അതേ ഗുണങ്ങളും നമ്മൾ പോലും അറിയാതെ വെളിപ്പെടണം. അല്ലാതെ ഒരിക്കലും പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ആ വിഷയത്തിന് 5 മിനിറ്റ് കഴിഞ്ഞ് പ്രേയർ പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞ് ഇതൊന്നും എനിക്ക് അപ്പോഴേ അറിയാമായിരുന്നു, ഇതൊന്നും നടക്കാൻ പോകുന്നില്ല, ദൈവത്തിന് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ചെയ്യട്ടെ, ചിലപ്പോ നടക്കുമായിരിക്കും. ഇങ്ങനെയുള്ള നമ്മൾ ഓർക്കുന്ന ഇതൊക്കെ നിസാര വാക്കുകളാ. എല്ലാ മനുഷ്യന്മാരും ഇത് പറയുന്നല്ലേ സിസ്റ്ററെ? അല്ല, എല്ലാ മനുഷ്യന്മാരും പറഞ്ഞോട്ടെ, നിങ്ങൾ പറയാൻ പാടില്ല. നിങ്ങൾ അങ്ങനെ പറയാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരായോണ്ട് നിങ്ങൾ അനുഗ്രഹിക്കുന്നവരായിരിക്കും എന്ന്. ഞാൻ പലപ്പോഴും പിശാചിന്റെ ഒരു തന്ത്രമാണ്, ഞാൻ പറഞ്ഞ പോലെ തന്നെ അവൻ ആളുകളെ ടാർഗറ്റ് ചെയ്ത്, ഇന്ന ആളാ നിനക്കിത് എതിരെ ചെയ്യുന്നത്, ഇന്ന ആളാ നിനക്കെതിരെ കൂടോത്രം. അവര് കൂടോത്രം ചെയ്തോട്ടെ സഹോദരങ്ങളെ, അവര് നിങ്ങൾക്കെതിരെ എന്തും ചെയ്തോട്ടെ. നിങ്ങളെ തൊടാൻ പറ്റുവോ? നിങ്ങളെ തൊടാൻ പറ്റത്തില്ല. നമ്മൾ എപ്പോഴും പറയുന്നൊരു വാക്യമുണ്ടല്ലേ, എപ്പോഴും പറയുന്നൊരു വാക്യാണ്, പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു, ഒന്നും ഒരിക്കലും ഒരു ദോഷം വരികയില്ല. കർത്താവാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. നിനക്കൊരു ദോഷം വരത്തില്ലെന്ന് യേശു കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഒരു വഴിക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ചുറ്റും ദൂതന്മാരാ. അത്രത്തോളം പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ദൈവത്തിന്റെ മക്കൾ. അത്രത്തോളം പ്രൊട്ടക്റ്റഡ് ആയിട്ട് നിങ്ങൾ നടക്കുന്ന സമയത്ത് നിങ്ങൾ ഒരിക്കലും ആ ഒരു വ്യക്തി, ഇപ്പൊ എനിക്കൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് അകാരണമായിട്ട് ആളുകള് എനിക്കെതിരെ തിരിഞ്ഞിട്ടുണ്ട്. റീസൺ ഉണ്ടോന്ന് ചോദിച്ചാൽ ഒരു റീസണും ഇല്ല. നമ്മളങ്ങ് ഇറിറ്റേറ്റഡ് ആവും അല്ലെ? നമ്മൾ ഇറിറ്റേറ്റഡ് ആയിട്ട് നമ്മൾ ഇതെന്താ പറയാ, എന്നാ യേശുവിന്റെ നാമത്തിൽ അങ്ങ് അങ്ങനെ വെട്ടി പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. കാര്യം ആ വ്യക്തിയല്ല അവിടെ ഇറിറ്റേറ്റഡ് ആകുന്നത്. ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, യേശുവിനെ വിശ്വസിക്കുന്ന ഒരു മക്കൾ, യേശുവിനെ ആശ്രയിക്കുന്ന ഒരു മക്കൾ, നിങ്ങൾ ക്യാരി ചെയ്യുന്ന ഒരു അഭിഷേകമുണ്ട്. നിങ്ങൾ ക്യാരി ചെയ്യുന്ന ഒരു ഭയങ്കരമായിട്ടൊരു അനോയിന്റിങ് ഉണ്ട്. നിങ്ങൾ ആ ഒരു അനോയിന്റിങ്ങുമായിട്ട് ഒരു സ്ഥലത്തിലേക്ക് കയറി ചെല്ലുമ്പോ അവിടെ പിശാച് ബാധിച്ച, അല്ലെങ്കിൽ പിശാചിനാൽ ഇൻഫ്ലുവൻസ്ഡ് ആയ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ സ്പിരിറ്റ് ഇറിറ്റേറ്റഡ് ആവും. അത് എപ്പോ പോയാലും നിങ്ങൾക്ക് ചില സമയത്ത് നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ സിസ്റ്ററെ, ഞാൻ ആരോടും ഒരു പ്രശ്നത്തിന് പോകുന്നൊരു വ്യക്തിയില്ല, എനിക്കറിയത്തില്ല, ഞാൻ അവിടെ ചെന്നാൽ അവിടെ പ്രശ്നമാവും, അവിടെയുള്ളവർ എനിക്കെതിരെ തിരിയും. അത് ഒരു കണക്കിന് നിങ്ങൾ യഥാർത്ഥമായി അഭിഷേകം ക്യാരി ചെയ്യുന്നുള്ള ഒരു സൈനാണ്. അല്ലെങ്കിൽ നിങ്ങൾ അത്രത്തോളം റിബലായിട്ടുള്ള ഒരു സ്വഭാവം ഉള്ളവരായി. ഞാൻ വിശ്വസിക്കുന്നില്ല നിങ്ങൾ ആരും റിബലായിട്ടുള്ള സ്വഭാവം ഉള്ളവരായി ആണെന്ന്. പക്ഷെ മറിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും വചനം പറയുകയും അന്യഭാഷ പ്രാർത്ഥിക്കുകയും കർത്താവിൽ ഉറച്ചു വിശ്വസിക്കുകയും ചെയ്ത് ആരോടും ഒരു തെറ്റില്ലാതെ ഒരു വിഷയത്തിൽ ഒരു സ്ഥലത്തോട്ട് പോകുമ്പോൾ, ഒരു ജോലി സ്ഥലത്ത് ചെയ്യുമ്പോൾ എല്ലാരും നിങ്ങൾക്കെതിരെ തിരിയുന്നുണ്ടെങ്കിൽ അതൊരിക്കലും നിങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല. നിങ്ങളുടെ ഉള്ളിൽ കർത്താവ് നിക്ഷേപിച്ചിരിക്കുന്ന അത്രയ്ക്ക് പ്രഷ്യസ് ആയ അനോയിന്റിങ് അവരിലൂടെ പിശാച് നമ്മളെ ഇറിറ്റേറ്റ് ചെയ്യാൻ നോക്കുന്ന, അതിന് ഒറ്റ ഒരു ഉദ്ദേശമുള്ളൂ പിശാചിന്, നമ്മൾ അവരെ വെറുക്കണം, ആ വ്യക്തിനെ വെറുക്കണം. പക്ഷെ യഥാർത്ഥമായും വിശ്വസിക്കുകയും യഥാർത്ഥമായും ക്രിസ്തീയ ബോധമുള്ള ഒരാൾക്ക് ദൈവത്തിന്റെ വചനം പറയുന്ന പോലെ, ദൈവത്തിന്റെ അറിവുള്ളൊരു വ്യക്തി പറയുന്ന ഒരു കാര്യമാണ്, അവരല്ല എനിക്കെതിരെ തിരിയുന്നത്, അവരിലൂടെ പിശാചിനെ ഇറിറ്റേറ്റ് ചെയ്യാൻ നോക്കുക. കാര്യം പിശാചിനറിയാം, നിങ്ങൾ ആ വ്യക്തിനെ അകാരണമായി വെറുത്തിട്ടുണ്ടെങ്കിൽ, ആ വ്യക്തിക്കെതിരെ അകാരണമായി സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അനുഗ്രഹത്തെ നിങ്ങൾ നഷ്ടപ്പെടുത്തും. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെ ശ്രദ്ധിക്കുക. നമ്മള് പ്രാർത്ഥിച്ച് നേടിയത് നമ്മൾ പറഞ്ഞ് നഷ്ടപ്പെടുത്താൻ നിൽക്കരുത്. ദൈവത്തിന്റെ വചനം പറയുന്ന പോലെ നിങ്ങൾക്കിപ്പോ അവരെ അനുഗ്രഹിക്കാൻ പറ്റുന്നില്ല, അത്രത്തോളം നിങ്ങൾ ദ്രോഹിച്ചാണെങ്കിൽ നിങ്ങൾ പറയുക, കർത്താവ് എന്നെ സഹായിക്കണേ അപ്പ, എനിക്ക് അവരെ അനുഗ്രഹിക്കാൻ പറ്റുന്നില്ല, അതുപോലെ എന്നെ ശപിച്ചിട്ട് അത്രത്തോളം എന്നെ ഉപദ്രവിച്ചിട്ടുണ്ട്, പക്ഷേ കർത്താവ് അങ്ങനെ വചനം പറയുന്ന മുഖാന്തരം ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ഇന്നു മുതൽ ഇത് ചെയ്തു തുടങ്ങുവാണെങ്കിൽ ഇന്നു വരെ മാറാത്ത വിഷയങ്ങൾക്കകത്ത് കർത്താവ് അത്ഭുതത്തെ ചെയ്യും. ഞാൻ ഒരേ ഒരു വാക്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം മുന്നോട്ട്. അജയ സിസ്റ്ററെ, എഫേസ്യർ ലേഖനം അതിന്റെ 6-ാം അധ്യായം 12-ാം വാക്യം ഒന്ന് വായിക്കാമോ? ഹലോ, പറഞ്ഞോ. ഹലോ, ഇപ്പൊ കേൾക്കാം, പറഞ്ഞോ.
ആമേൻ. വചനം വളരെ വ്യക്തമായിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. നമുക്ക് പോരാട്ടം ഉള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൽ ലോകത്തിലെ അധിപതികളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനയോടും അത്രേ. സോ ഇതിനകത്ത് വ്യക്തമായിട്ട് ദൈവത്തിന്റെ വചനം പറയുന്നതാണ്, നമുക്ക് ജഡരക്തങ്ങളോടല്ല എന്ന് പറഞ്ഞാൽ ആരാ? നമുക്ക് മനുഷ്യരോടല്ല ഉള്ളത്. നമുക്കുള്ള നമ്മൾ എപ്പോഴും ഉള്ള ഒരു ബോധ്യത്തിലായിരിക്കണം, ഞാൻ ഒരു സ്പിരിച്വൽ വാർഫെയറിനകത്താണ്, ഒരു സ്പിരിച്വൽ ബാറ്റിലിനകത്താണ് ഞാൻ നിൽക്കുന്നേ. കർത്താവ് എന്നെ, നിങ്ങൾ യേശുവിന്റെ മകളാണ്, നിങ്ങൾ കർത്താവിന്റെ ഏറ്റവും പ്രിയപ്പെട്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ആയിരിക്കുന്ന ഒരു ആത്മീയ യുദ്ധത്തിലാണ്. ഞാൻ ദൈവരാജ്യത്തിലാണെന്നും ആ ദൈവരാജ്യത്തിലെ രാജാവിന്റെ മകളാണെന്നും അതിനേക്കാൾ ഉപരി ഒരു ആത്മീയ യുദ്ധത്തിലാണെന്നുള്ളൊരു ബോധ്യത്തിൽ വേണം നിങ്ങൾ നടക്കാനായിട്ട്. അപ്പൊ ഒരു പടയാളിനെ പോലെ വേണം നിങ്ങൾ നടക്കാനായിട്ട്. ഒരു പടയാളിനെ എപ്പോഴും ശത്രു അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ നമ്മുടെ നിത്യശത്രുവായ സാത്താന്റെ തലയെ കർത്താവ് തകർത്തതാണ്. അവൻ ഒരിക്കലും നിങ്ങളെ ഫിസിക്കലായിട്ട് അറ്റാക്ക് ചെയ്യാൻ പറ്റത്തില്ല. അവൻ ഒരിക്കലും നിങ്ങളെ തൊടാൻ സാധിക്കത്തില്ല. അപ്പൊ ചില വിശ്വാസികളുണ്ട് കേട്ടോ, ഇത് പറഞ്ഞു വന്നപ്പോ ഞാൻ പറയാണ്, ചിലവരുണ്ട് അല്ല അങ്ങനെയല്ല സിസ്റ്ററെ, പിശാചിന് ശക്തിയൊക്കെ ഉണ്ട്, ചില സമയത്ത് നമ്മളെ അങ്ങ് ഉരുട്ടിയൊക്കെ ഇടൂന്ന് പറയും. ഞാൻ അങ്ങനെ ഉരുണ്ടൊക്കെ വീണിട്ടുണ്ട്. ഞാൻ പറഞ്ഞു അമ്മമ്മ ഒരു ദിവസം ഞാൻ അമ്മമ്മയോട് സംസാരിച്ച, ഞാൻ പറഞ്ഞു ഓക്കെ, നിങ്ങൾ എങ്ങനെ വിശ്വസിച്ചാൽ അത് തന്നെ സംഭവിക്കും. കാര്യം ദൈവം എല്ലാവർക്കും വിശ്വസിക്കാനുള്ള ഫ്രീ വില്ല് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ വിശ്വസിക്കുകയാണ് അന്യ ആള് ചെയ്യുന്ന കൂടോത്രം എനിക്ക് സംഭവിക്കുന്ന പറഞ്ഞാൽ ഉറപ്പായിട്ടും 100% നിങ്ങൾക്ക് നിങ്ങൾക്ക് അതിന് വന്നിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുവാണ് ഞാൻ ഇന്നെ പോകുമ്പോ അല്ലെങ്കിൽ എന്റെ വാഹനം ഉരുട്ടി മറിച്ചിടും എന്ന് നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ അത് സംഭവിക്കും. പക്ഷെ മറിച്ച് നമ്മൾ എപ്പോഴും പറയുന്ന പോലെ എനിക്കെതിരായി വിരോധമായി ഉണ്ടാക്കുന്ന ഒരായുധം ഫലിക്കത്തില്ലെന്ന് വിശ്വാസത്തോടെ വിളിച്ചു പറയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളെ തൊടാൻ സാധിക്കത്തില്ല. ഒരിക്കലും ഒരു ദോഷം എനിക്കും എന്റെ കുടുംബത്തിനും വരുത്തത്തില്ലെന്ന് ദൈവത്തിന്റെ വചനത്തെ വിശ്വസിച്ചത് പറയാൻ തയ്യാറാണെങ്കിൽ അത് ഒരിക്കലും നിങ്ങളെ തൊടത്തില്ല. അതുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കും, നിങ്ങൾ സംഭവിക്കും. ഇതുപോലെ ഈ വചനം ഞാൻ വീണ്ടും വചനത്തോട് വരികയാണ്, നമുക്ക് പോരാട്ടമുള്ള ജഡരക്തങ്ങളോടല്ല. നിങ്ങളെ ഉപദ്രവിക്കുന്നതിന് ആരും ആയിക്കൊള്ളട്ടെ, എന്തുമായിക്കൊള്ളട്ടെ, നിങ്ങളുടെ വിഷയം ഇപ്പൊ ഒരു ഫിനാൻഷ്യൽ ഇഷ്യൂ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ സ്ട്രഗിൾ ചെയ്യുക. നിങ്ങൾ പ്രാർത്ഥിച്ച് എന്റെ ദൈവമേ എന്റെ ആവശ്യങ്ങൾക്ക് മഹത്വത്തോടെ ക്രിസ്തുവേശുവിൽ പൂർണ്ണമായി തീർത്തു വരും എന്ന് പറഞ്ഞു കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോ ഇതൊക്കെ ആര് തരാൻ, ഇതൊക്കെ എന്താവാനാ, അതെല്ലാം കിട്ടിയാ നല്ലത് എന്ന് പറഞ്ഞ ആ പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് ഫലമില്ലാതായി പോകും സഹോദരങ്ങളെ. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ അപ്പൊ നിങ്ങൾ പറയും നമ്മൾ മനുഷ്യരല്ലേ, ശരി, അറിയാതെ പറഞ്ഞു പോയി അപ്പൊ തന്നെ ക്യാൻസൽ ചെയ്ത് പറയാം. എന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ചില സമയത്ത് നമ്മളൊന്നും എല്ലാവരും പെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാരല്ല, പക്ഷെ അതൊന്നും ശരിയായി മതിയായിരുന്നു. അപ്പൊ ഞാൻ തന്നെ പറയില്ല, കർത്താവേ അങ്ങ് ചെയ്യുന്ന എനിക്കറിയാം, ഞാൻ എന്റെ വാക്കിനെ ഞാൻ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. എനിക്കറിയാം ഇത് ഈ ഞാൻ പറയുന്ന വാക്കിനകത്ത് ശക്തിയുണ്ട്. ഞാൻ വീണ്ടും നിങ്ങളോട് പറയാണ്, നിങ്ങളൊരു വായിലെ വചനം നിങ്ങൾ പറഞ്ഞു വിടുമ്പോൾ അത് പോസിറ്റീവ് ആയിക്കോട്ടെ, നെഗറ്റീവ് ആയിക്കോട്ടെ, വചനമായിക്കോട്ടെ, വചനവിരുദ്ധമായിക്കോട്ടെ, അതിനെ ഈ ഒരു ആത്മമണ്ഡലത്തില്, ഈ അന്തരീക്ഷ മണ്ഡലത്തിൽ അത് പ്രവർത്തിക്കാൻ ഭയങ്കര ശക്തമാണ്. അതുകൊണ്ട് യേശുവിന്റെ നാമത്തിൽ നമ്മൾ മുന്നോട്ട് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ആ ഒരു ബോധ്യത്തിലിരിക്കുക. നിങ്ങളോട് തന്നെ പറയാ, കർത്താവെ ഞാൻ പറഞ്ഞ വചനങ്ങൾ, ഞാൻ പറഞ്ഞ ഉരുവിട്ട വാക്യങ്ങൾ, കർത്താവ് അതിന്റെ പൂർണ്ണമായ ഫലത്തെ ഞാൻ കാണും, അത് ഞാനായിട്ട് നശിപ്പിക്കത്തില്ല. അത് നിങ്ങൾ ഇനിയിപ്പോ ആരെങ്കിലും വിഷമിക്കുന്നു, അയ്യോ ഞാൻ പറഞ്ഞു പോയി അറിയാതെ, എന്റെ കുഞ്ഞുങ്ങളെ പറ്റി ഞാൻ പറഞ്ഞു പോയി, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനെ പറ്റി, രോഗത്തിന്റെ അവസ്ഥയെ പറ്റി വന്നപ്പോ ഈ രോഗമൊന്നും മാറത്തില്ല, എനിക്ക് മാത്രമേ ഈ അവസ്ഥയുള്ളൂ, ഇതൊന്നും മാറാൻ പോകുന്നില്ല എന്നിങ്ങനെയൊക്കെ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഇപ്പം ഈ നിമിഷം നിങ്ങൾക്ക് ഏറ്റു പറയാം. ഈ നിമിഷം നിങ്ങൾക്ക് കർത്താവിന്റെ സന്നിധിയിൽ ഏറ്റു പറയാം. എന്നിട്ട് നമ്മൾ മുന്നോട്ട് പ്രാർത്ഥിക്കും. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, യേശുവിന്റെ നാമത്തിൽ ഇത് നിങ്ങളുടെ ലൈഫ് ചേഞ്ചിങ് ആയിരിക്കും. നിങ്ങൾ ഇന്ന് വരെ കാണാത്ത രീതിയിലുള്ള മാറ്റങ്ങളെ കർത്താവ് നിങ്ങളുടെ മുമ്പിൽ ചെയ്യും. കാര്യം ഇതിൻ്റെ അകത്തെ മർമ്മം ഇതാണ്, പലപ്പോഴും പല വിശ്വാസികളുടെയും വാഗ്ദത്തങ്ങളെ ഡിലേ ചെയ്യുന്നതും വാഗ്ദത്തങ്ങളെ കാണാൻ പറ്റാതെ പോകുന്നതും നമ്മുടെ നാവിനെ നമ്മൾ ബുദ്ധിപൂർവം അല്ലെങ്കിൽ വിവേകപൂർവം ഉപയോഗിക്കാത്തതുകൊണ്ടാണ്. ഞാൻ തിരിച്ച് ആ ഒരു വചനത്തിലേക്ക് വരികയാണ്. കർത്താവിന്റെ വചനം പറയുന്ന പോലെ ഒരു വായിൽ തന്നെ സ്വോത്രവും ശാപവും പുറപ്പെടരുത്. നിങ്ങൾ എപ്പോഴും കരുതുന്ന ഒരു കാര്യമായിരിക്കണം. നിങ്ങൾ ഈ പ്രാർത്ഥന കഴിഞ്ഞ് 1/2 മണിക്കൂർ കഴിഞ്ഞ് ഇറങ്ങി, ചിലർ എന്നെ വിളിച്ചിട്ട് പറയാറുണ്ട്, സിസ്റ്റർ എല്ലാ ദിവസവും ഞാൻ സൂം മീറ്റിങ്ങിന് കയറുന്ന,
എനിക്കൊന്നും റിസൾട്ട് കാണാൻ പറ്റുന്നില്ല. ചിലപ്പോൾ എൻ്റെ കുറവ് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പം ഇന്ന കാര്യങ്ങൾ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ നന്നാകത്തില്ല, അല്ലെങ്കിൽ ഇന്നത് കേൾക്കത്തില്ല. അപ്പൊ നിങ്ങൾ ആ പ്രാർത്ഥന വിഷയം പറയുന്നതിന്റെ കൂടെ തന്നെ എനിക്ക് ചില സമയത്ത് മനസ്സിലാവാറുണ്ട് നിങ്ങൾ തന്നെയാണ് അതിനെ ഡിലേ ചെയ്യുന്നതിന് കാരണം. അതുകൊണ്ട് ചില സമയത്ത് നിങ്ങൾ അത് പറഞ്ഞു പോകുന്ന നിങ്ങളുടെ അറിവില്ലായ്മ കൊണ്ടായിരിക്കാം അല്ലെ. ഒരു പക്ഷെ നിങ്ങൾക്ക് അറിയാമായിരിക്കാം, നിങ്ങൾ കേൾക്കുന്നവർക്ക് അറിയാമായിരിക്കാം, ചിലവർക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് അതിനെ നിയന്ത്രിക്കാൻ പറ്റാതായിരിക്കാം. ഏതൊരവസ്ഥയും ആയിക്കൊള്ളട്ടെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. നമ്മള് എത്രത്തോളം ഈ ഒരു വിഷയത്തിൽ ബലഹീനമായതാണോ, കർത്താവ് നിങ്ങളെ തള്ളിക്കളയത്തില്ല. കാര്യം കർത്താവ് നിങ്ങളെ തള്ളിക്കളയാനായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളെ അനുഗ്രഹിക്കാൻ കർത്താവിന് പ്ലാൻ ഇല്ലായിരുന്നെങ്കിൽ ദൈവം ഒരിക്കലും ഇത് സംസാരിക്കത്തില്ലായിരുന്നു. ഇന്ന് എന്നെ കേൾക്കുന്ന ആരുടെയൊക്കെയോ ജീവിതത്തില് നമ്മൾ പോലും അറിയാതെ നമ്മളെ ജീവിതത്തിൽ ഇട്ടിരിക്കുന്ന തടങ്കൽ പാറകള് നമ്മൾ തന്നെ യേശുവിന്റെ നാഥിൽ നിന്ന് അതിനെ പൊട്ടിച്ചു മാറ്റുക കേട്ടോ. ഇതൊന്നും ഒരു വിഷമിക്കേണ്ട കാര്യമുള്ളതല്ല. എല്ലാവരും മനുഷ്യരാണ്. പക്ഷെ കർത്താവിൽ നിന്ന് പ്രാപിക്കാനുള്ളത് നമ്മൾ പ്രാപിക്കുക തന്നെ ചെയ്യും കേട്ടോ. അതുകൊണ്ട് യേശുവിന്റെ നാമത്തിൽ ഇന്ന് എല്ലാവരും ഒരു നിമിഷം കണ്ണടച്ചിരിക്കുന്ന സ്ഥലത്ത് നിന്ന് കണ്ണടച്ച്, കർത്താവെ, ഞാൻ അറിഞ്ഞും അറിയാതെയും പറഞ്ഞു പോയ നെഗറ്റീവ് വാക്കുകൾ, എൻ്റെ മക്കളെ പറ്റി ആയിക്കോട്ടെ, എൻ്റെ രോഗത്തെ പറ്റി ആയിക്കോട്ടെ, അല്ലെങ്കിൽ എനിക്കെതിരെ പ്രവർത്തിച്ച ആ വ്യക്തിനെ പറ്റി ആയിക്കോട്ടെ, യേശുവിന്റെ നാമത്തെ കർത്താവെ ആ വാക്കുകൾ ഞാൻ പറഞ്ഞാൽ മാപ്പ് ചോദിക്കുന്നു. കർത്താവെ ആ വാക്കിനെ ഞാൻ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ആ ഒരു വ്യക്തിക്ക് എന്നിലുള്ള ആ ഒരു കയ്പ്, ആ ഒരു വൈരാഗ്യം, ആ ഒരു ദേഷ്യം, അത് എന്റെ അനുഗ്രഹത്തിന് തടസ്സമായിട്ടുണ്ടെങ്കിൽ കർത്താവ് ഞാൻ മാപ്പ് ചോദിക്കുന്നു. ഞാൻ ക്യാൻസൽ ചെയ്തു. എല്ലാവരും നാവുകൊണ്ട് ക്യാൻസൽ ചെയ്താതെ. കാര്യം നമുക്ക് ഒരേ വായിൽ നിന്ന് ശാപവും സ്തോത്രവും വരാൻ പറ്റത്തില്ല. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നിങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്ന നാവാണെങ്കിൽ ആ നാവ് കൊണ്ട് മറ്റുള്ള നിങ്ങൾ അനുഗ്രഹിച്ചേ പറ്റത്തുള്ളൂ. നിങ്ങൾ അനുഗ്രഹിച്ചാൽ മാത്രമാണ് നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടുള്ളൂ. ദൈവത്തിന്റെ വചനം പറയുന്ന പോലെ അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരാണെങ്കിൽ നിങ്ങൾ അനുഗ്രഹിച്ചേ മതിയാകത്തുള്ളൂ. അത് പറ്റാത്ത അവസ്ഥയുണ്ടെങ്കിൽ ഇന്ന് കർത്താവിനോട് സഹായം ചോദിച്ചേ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെ ബലപ്പെടുത്തണമേ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെ ബലപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഉപദ്രവിക്കുന്നതിന് മുമ്പിൽ പോയി അയ്യോ എന്നെ ഒന്ന് കൂടുതൽ ഉപദ്രവിച്ചോ എന്ന് പറഞ്ഞിരിക്കാനല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ ഉപദ്രവിക്കുന്നവരുണ്ടെങ്കിൽ മാറുക, അങ്ങനെ സിറ്റുവേഷൻ നിങ്ങൾ ഒഴിവാകുക. എന്നിട്ട് നിങ്ങളായിരിക്കുമ്പോൾ ദൈവത്തിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. അല്ലെങ്കിൽ നിങ്ങളെ തന്നെ അതിനകത്ത് ആ ഒരു സിറ്റുവേഷൻ ഇട്ട് കൊടുക്കരുതെന്ന് ഞാൻ പറയത്തില്ല. കാര്യം നമ്മൾ വിവേകമില്ലാത്തവരല്ല, ദൈവം നമുക്ക് വിവേകം തന്നിട്ടുണ്ട്. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, ഹല്ലേലൂയ, യേശുവിന്റെ നാമത്തിൽ എന്നെ കർത്താവ് എന്ന് നമ്മൾ ഇന്ന് ഈ ഓരോ വിഷയങ്ങളെ പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് നിങ്ങൾ വിശ്വസിക്കണം, നിങ്ങൾ വിശ്വാസത്തിന്റെ കണ്ണുകൊണ്ട് കാണണം. ഇതൊരു വെറും പ്രാർത്ഥനയല്ല. ഈ പ്രാർത്ഥനയ്ക്കകത്ത് യേശുവിന്റെ നാമത്തിൽ ഇന്ന് വരെ നിങ്ങളായിട്ട് നമ്മൾ മുഖാന്തരം, നമ്മുടെ നാവ് മുഖാന്തരം ഏതെങ്കിലും വാഗ്ദത്തങ്ങൾ ഇന്ന് ഡിലേ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വാഗ്ദത്തങ്ങൾ ഇന്ന് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുക. ഹറമഷഖസിയാറ. ഇന്ന് അന്യഭാഷയുള്ളവർ പ്രാർത്ഥിച്ചാട്ടെ, ഇന്ന് അന്യഭാഷയുള്ളവർ പ്രാർത്ഥിച്ചാട്ടെ. യേശുവിന്റെ നാമത്തിൽ ആയിരിക്കുന്ന സ്ഥലത്ത് കണ്ണുകളെ അടച്ചു പ്രാർത്ഥിച്ചാട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നടപടിക. യേശുവിന്റെ നാമത്തിൽ കർത്താവിന്റെ ദൂതന്മാർ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഇറങ്ങി നിൽക്കുക. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഹല്ലേലൂയ. ഇന്ന് അന്യഭാഷയുള്ളവർ പ്രാർത്ഥിച്ചാട്ടെ. റീമാന ഷേഖലഹസിയാറഗന Thank you, Holy Spirit. Thank you, Holy Spirit. Thank you, Holy Spirit. എല്ലാവരും ഒരു 5 മിനിറ്റ് നേരത്തേക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് ഒരു അന്യഭാഷ പ്രാർത്ഥിച്ച് എല്ലാവരും അൺമ്യൂട്ട് ചെയ്തേ. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച് 5 മിനിറ്റ്. അതിനുശേഷം ഞാൻ മ്യൂട്ട് ആക്കും. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. In the name of Jesus. ദൈവത്തിന്റെ ശക്തി ഇന്ന് വ്യാപരിക്കട്ടെ. Releba sheke siyadragamana rebesi kalhaziaragana Rita sita haziaragana lere kasha haziarabala hashaziaragamana la rabasi kasha haziaragana യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ റൂഷ കസി kalhaziaragana in the name of Jesus. In the name of Jesus. Rite haziaragana leke shahaziadragama shahaziaragana laka shahaziadragamana യേശുവിന്റെ നാമത്തിൽ റീബബ ഷേക്കെ രഹസിയാരഗന ലാ രഹസിയ ഷഹസിയാരഗന യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ ഹല്ലേലൂയ, ദുഷ്ടന്റെ എല്ലാ തന്ത്രങ്ങളും ഞങ്ങൾ ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. യേശുവിന്റെ നാമത്തിൽ കർത്താവ് ഉള്ളിൽ ഭയമിട്ട് ഭാരമിട്ട് കർത്താവെ കയ്പ് കിട്ട് കർത്താവ് ഇവരുടെ നന്മേനെ തടയാൻ നോക്കുന്ന
ദുഷ്ടന്റെ പ്രവർത്തികൾ, അവന്റെ തന്ത്രങ്ങളെ യേശുവിന്റെ നാമത്തിൽ ഞാൻ ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. ഹല്ലേലൂയ. ഒന്ന് പ്രാർത്ഥിക്കാൻ പോലും സ്വാതന്ത്ര്യമില്ലാത്തവർ എന്നെ കേൾക്കുന്നുണ്ട് അപ്പ. യേശുവിന്റെ നാമത്തിൽ അവരായിരിക്കുന്ന ഇടങ്ങളിലേക്ക് ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഇന്ന് ആരാധന സ്വാതന്ത്ര്യമില്ലാതെ ഭാരപ്പെടുന്ന വ്യക്തികളോട് കർത്താവ് സംസാരിക്കുക. നിങ്ങൾക്ക് എതിരായിട്ട് നിൽക്കുന്ന കുടുംബമാണെങ്കിൽ, മക്കളാണെങ്കിൽ, യേശുവിന്റെ നാമത്തിൽ നിന്ന് കർത്താവ് അവരെ തൊടാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ കർത്താവിന്റെ വചനം പറയുന്ന പോലെ ഹല്ലേലൂയ, നീ വിശ്വസിച്ചത് മുഖാന്തരം നിന്റെ കുടുംബം മുഴുവൻ രക്ഷ പ്രാപിക്കും. ഹല്ലേലൂയ. ഇന്ന് നിന്റെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ ആരും ഇല്ലായിരിക്കാം. എന്നാൽ യേശുവിന്റെ നാമത്തിൽ കർത്താവ് പറയുന്നു, നാളെ കുടുംബത്തോടൊപ്പം ഇരുന്ന് ഒരുമിച്ച് ആത്മാവിൽ നിന്ന് ആരാധിക്കാൻ തക്കവണ്ണം കർത്താവിന്റെ കരം ഇന്ന് വെളിപ്പെടുക. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് വില കൊടുത്ത് ഇതിനകത്ത് ഇരിക്കുന്നുണ്ടെങ്കിൽ, ഇൻ ദ നെയിം ഓഫ് ജീസസ്, നിങ്ങളത് വിലമതിക്കാത്ത അത്ഭുതങ്ങളെ കാണുക തന്നെ ചെയ്യും. യേശുവിന്റെ നാമത്തിൽ ആരാധന സ്വാതന്ത്ര്യം വെളിപ്പെടട്ടെ അപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. കർത്താവെ, സ്വതന്ത്രമായിട്ട് ആരാധിക്കാൻ പറ്റാതെ, ബൈബിൾ പോലും വായിക്കാൻ പറ്റാതെ വിഷമിച്ചിരിക്കുന്ന കർത്താവിന്റെ സഹോദരങ്ങളെ കൂടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൂതന്മാർ ഇറങ്ങട്ടെ യേശുവിന്റെ നാമത്തിൽ. കർത്താവെ, അനുകൂലമായ വഴികൾ തുറന്നു വരാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ റീബാഷഹസിയാറവൻ എല്ലാരും പ്രാർത്ഥിച്ചാട്ടെ. ഇന്ന് കർത്താവിന്റെ അത്ഭുതം, ഇന്ന് കർത്താവിന് അത്ഭുതം ചെയ്യുക. ഇന്ന് രോഗത്തിന്റെ അവസ്ഥകൾ മാറി യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. എല്ലാരും അന്യഭാഷയിൽ പ്രാർത്ഥിച്ചാട്ടെ യേശുവിന്റെ നാമത്തിൽ. കർത്താവെ, ഞാൻ അത്ഭുതത്തെ കാണും. കർത്താവെ, ഞാൻ മുന്നോട്ട് തന്നെ പോകും. ഞാൻ അനുഗ്രഹം പ്രാപിക്കുക തന്നെ ചെയ്യും. യേശുവിന്റെ നാമത്തിൽ വചനം പറയുന്ന പോലെ ഞാൻ ഉയർച്ച തന്നെ പ്രാപിക്കും, ഞാൻ താഴ്ച പ്രാപിക്കുകയില്ല. ഞാൻ വാലല്ല, ഞാൻ തലയാകും എന്ന് പറഞ്ഞ കർത്താവ്. ഹല്ലേലൂയ. ഇന്ന് നിന്റെ കുടുംബത്തിനകത്ത് നിനക്കൊരു മാനതയില്ലെങ്കിൽ, നിന്നെ മാനതയുടെ പൊത പണിയിപ്പിച്ച് ഹല്ലേലൂയ കൂട്ടുകാരിൽ പരമായിട്ട് ആനന്ദതൈലം പൂശുന്ന ഒരു കർത്താവിന്റെ കൃപ റീന ഷേഖ സിയാറബന ഇന്ന് വീഴുക. ഇന്ന് അടയപ്പെട്ട വാതിലുകൾക്ക് തുറന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, യേശുവിന്റെ നാമത്തിൽ. കർത്താവ്, ജോലി സംബന്ധമായിട്ട് കർത്താവ് അടയപ്പെട്ട വാതിലുകൾ യേശുവിന്റെ നാമത്തിൽ പുതുവാതിലുകൾ ഇന്ന് കർത്താവ് തുടക്കുക. ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഇന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഇന്ന് വചനങ്ങൾ വിളിച്ചു പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഇന്ന് ഒരു മാറ്റം ഉണ്ടാകത്തില്ല, നിന്റെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകത്തില്ല എന്ന് പറയുന്നവരെ, നിങ്ങൾ ശപിച്ചു വിട്ടവരെ യേശുവിന്റെ നാമത്തിൽ കർത്താവ് ശാപവാക്കളെ ഞാൻ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ആ ശപിച്ച വ്യക്തിനെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരുടെ മുമ്പാകെ തന്നെ യേശുവിന്റെ നാമത്തിൽ കർത്താവെ, പ്രിയമക്കളെ അസാധാരണമായി സാക്ഷ്യമാക്കുന്ന കൃപയ്ക്ക് നന്ദി. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് മ്യൂട്ട് മാറ്റി അന്യഭാഷയിൽ പ്രാർത്ഥിച്ചാട്ടെ. ദുഷ്ടന്റെ ആശ നശിക്കും, പല്ലുകടി ചുരുക്കും യേശുവിന്റെ നാമത്തിൽ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നപ്പ. യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിക്കട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. In the mighty name of Jesus. യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. രാമസിക ഷഹസിയാരഗന ലാസിക ഷഹസിയാരഗമന ശകബസിക ലഹജ in the mighty name of Jesus. Hallelujah. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ നിങ്ങൾ കണ്ട് പ്രാർത്ഥിച്ചാട്ടെ. ഇന്ന് ഇമാജിൻ ചെയ്താട്ടെ. ഹല്ലേലൂയ. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്ന, നിങ്ങൾ തലമുറകൾ അനുഗ്രഹിക്കപ്പെടുന്ന, കുടുംബത്തോടെ പോകുന്ന ആരാധിക്കുന്ന നിങ്ങൾ എന്ത് പ്രാർത്ഥന വിഷയമാണോ അതായത് യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ വിശ്വാസം വിഷ്വലൈസ് ചെയ്ത് കണ്ടാട്ടെ. നിങ്ങൾ ഒരു തലമുറയെ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്, നിങ്ങൾ ആ തലമുറയുടെ കയ്യിൽ വെച്ച് ദൈവത്തെ ആരാധിക്കുന്ന കണ്ടാട്ടെ. യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഇന്ന് അക്കൗണ്ടുകളെ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. ഫിനാൻഷ്യൽ ബ്ലെസ്സിംഗ് ദൈവമക്കള
അധികാരമെന്ന്. കർത്താവ് ക്രൂശിൽ ദരിദ്രനായി കിടന്നിട്ടുണ്ടെങ്കിൽ അങ്ങയുടെ മക്കള് ഹല്ലേലൂയ ഫിനാൻഷ്യലി അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി, സമ്പന്നരാകാൻ വേണ്ടിയിട്ട് കർത്താവ് ഇന്ന് എല്ലാ കുരുക്കുകളും, സാമ്പത്തിക കുരുക്കുകളെ യേശുവിന്റെ നാഥിനെ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അപ്പ കർത്താവ് ഇതൊരു വെറും പ്രാർത്ഥനയില്ല, ഇന്ന് മുഴുവൻ സ്വർഗം ഇറങ്ങിയിരിക്കുക. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ദൂതന്മാർ ഇറങ്ങിയിരിക്കുക. ഹാലലൂയ. നിങ്ങൾക്ക് അടഞ്ഞ വാതിൽ നിന്ന് ദൂതന്മാർ തുറക്കുക യേശുവിന്റെ നാമത്തിൽ. ഹാലലൂയ. വിശ്വാസത്താൽ നിങ്ങളുടെ ശബ്ദം കേൾക്കുമ്പോ പിശാചിന് പേടിയാ. ഓ യേശുവിന്റെ നാമത്തിൽ ഇന്ന് അന്ധകാര ശക്തികൾ നിങ്ങൾ കുടുംബം വിട്ട് വാഴാൻ ദൈവം അനുവദിക്കത്തില്ലെന്ന്. ഹല്ലേലൂയ. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. യേശുവിന്റെ നാമത്തിൽ രോഗത്താൽ ഭാരപ്പെടുന്നെന്ന് പ്രാർത്ഥിച്ചാട്ടെ. യേശുവിന്റെ നാമത്തിൽ ഈ രോഗത്തെ ഞാൻ പുറത്താക്കുന്നു കൽപ്പിച്ചാട്ടെ. ഇന്ന് കുടുംബത്തിനകത്ത് വേദന വിഷമത്തിൽ കഴിയുന്നവർ പറഞ്ഞാട്ടെ, യേശുവിന്റെ നാമത്തിൽ ശാപത്തെ ഞാൻ പുറത്താക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഞാൻ ദാരിദ്ര്യത്തെ പുറത്താക്കുന്നു. ഇന്ന് അധികാരം നിങ്ങളുടെ നാവിന്മേലുണ്ട്. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഈ ദിവസങ്ങളിൽ നിങ്ങൾ ശക്തിയെ പ്രാപിക്കണം, ദൈവത്തിന്റെ ശക്തിയെ പ്രാപിക്കണം. ദൈവത്താൽ വിളിക്കപ്പെട്ട മക്കളാ. ഹല്ലേലൂയ. ദൈവം നിങ്ങളെ കുടുംബത്തിൽ ആക്കി വെച്ചിരിക്കുന്ന യേശുവിന്റെ നാമത്തിൽ ഇന്ന് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുക. ഇന്ന് പരിശുദ്ധാത്മാവിന്റെ വലിയൊരു അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാട്ടെ. ജീവജലത്തിന്റെ നദി നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഒഴുകും. നിങ്ങൾ കാല് കുത്തുന്ന ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി തീരും, അവകാശമായി തീരും. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. കർത്താവ് ഇന്ന് കിടക്കുമ്പോൾ രോഗികളായിട്ട് കിടന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ടപ്പ. ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ സൗഖ്യത്തെ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ അടിപ്പിണയുള്ള സൗഖ്യത്തെ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത, തളർന്നു പോയെന്ന് വിചാരിക്കുന്ന, ഒരിക്കലും രക്ഷപ്പെടുത്തിൽ നിന്ന് കരുതുന്ന കർത്താവെ, യേശുവിന്റെ നാമത്തിൽ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ജീവൻ വ്യാപരിക്കട്ടെ. നിങ്ങൾ വിശ്വസിച്ച് ഏറ്റെടുത്താതെ കർത്താവെ അങ്ങയുടെ ജീവനെ ഞാൻ കർത്താവ് ഏറ്റെടുക്കുന്നു. യേശു ക്രിസ്തുവിനെ മരിച്ചോടെ ഉറപ്പിച്ച അതേ ആത്മാവിന്റെ ശക്തി ഇന്ന് വ്യാപരിക്കുക. ഇന്ന് അടയപ്പെട്ട വാതിലുകൾ തുറക്കുക. രോഗസൗഖ്യങ്ങൾ നടക്കുക യേശുവിന്റെ നാമത്തിൽ. അന്യഭാഷയിൽ സംസാരിക്കുന്നവർ മനുഷ്യരോടല്ല, ദൈവത്തോടത്ര സംസാരിക്കുന്നത്. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അന്യഭാഷയില്ലാത്ത വചനങ്ങളെ പറഞ്ഞാട്ടെ. ഓ റാമസ് ഇതിനു വേണ്ടി വാഞ്ചിച്ചാട്ടെ. ഓ നിങ്ങൾ ഇങ്ങനെ ഒതുങ്ങി പോകാനുള്ളവരല്ല. ഹല്ലേലൂയ. ദൈവത്തിന് നിങ്ങളെ പറ്റി വൻ പദ്ധതികളുള്ള, ഓ അനേക ആയിരങ്ങൾക്ക് ദൈവം നിങ്ങൾ അനുഗ്രഹമാക്കി തീർക്കും. ഓ യേശുവിന്റെ നാമത്തിൽ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. 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 ഇത് വിടുതലിന്റെ സമയമാണ്. ഹല്ലേലൂയ. ഇത് അത്ഭുതത്തിന്റെ സമയമാണ്. നിങ്ങൾ അത്ഭുതങ്ങളെ തുറക്കുക യേശുവിന്റെ നാമത്തിൽ. Thank you Holy Spirit. Thank you Holy Spirit. ദുഷ്ടന്റെ എല്ലാ പദ്ധതികളെയും എല്ലാ തന്ത്രങ്ങളെയും യേശുവിന്റെ നാമത്തിൽ ഇടിച്ചു കളയുന്ന കർത്താവേ, പ്രിയമക്കളുടെ മേലും കുടുംബത്തിന്മേലും വെച്ചിരിക്കുന്ന അവന്റെ എല്ലാ പദ്ധതികളെയും ഞാൻ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഓ റീബാസേഖരഹശകസിയാരകന ഈ ദിവസങ്ങളിൽ സാക്ഷ്യമായി മാറട്ടെ. സാക്ഷ്യമായി മാറാൻ പ്രാർത്ഥിക്കുന്നപ്പ. കർത്താവ് ഞരമ്പ് സംബന്ധമായ രോഗങ്ങൾ സൗഖ്യമാകുന്നു. ഞരമ്പ് സംബന്ധമായ രോഗങ്ങൾ സൗഖ്യമാകുന്നു യേശുവിന്റെ നാമത്തിൽ എന്ന് വിശ്വസിച്ചാട്ടെ. യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഇന്ന് കർത്താവ് നിങ്ങളെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആണെങ്കിലും മാനസാന്തരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരോർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. മാനസാന്തരം ഈ ദിവസങ്ങളിൽ ഹൃദയത്തിനകത്ത് ദൈവം തൊടാൻ പോകുക. ഹൃദയത്തിനകത്ത് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകാൻ പോവുക. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ. മനു എന്ന് പറഞ്ഞൊരു കുഞ്ഞിനെ ദൈവം തൊടുന്നു യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. അവന്റെ ജീവിതം അനുഗ്രഹമായി തീരും. ഓ ആളുമാറിയവനെ പോലെ കർത്താവ് ആക്കി മാറ്റും യേശുവിന്റെ നാമത്തിൽ.
യേശുവിന്റെ നാമത്തിൽ ഹാലലൂയ എന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഇത് നിങ്ങളുടെ അത്ഭുതത്തിന്റെ സമയമാ. ഹാലലൂയ. നിങ്ങൾ ഒറ്റയ്ക്കല്ല സഹോദരങ്ങളെ, നിങ്ങൾ ഒറ്റയ്ക്കല്ല. യേശുവിന്റെ നാമത്തിൽ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് ദൂതന്മാർ ഇറങ്ങി കഴിഞ്ഞിരിക്കുക. അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചാട്ടെ. നിങ്ങളെ എതിർത്തവരെ, നിങ്ങൾക്കെതിരെ പറഞ്ഞവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. കർത്താവ് യേശുവിന്റെ നാമത്തിൽ ഇന്ന വ്യക്തിനെ അനുഗ്രഹിക്കുന്നു. യേശുവിന്റെ നാമത്തിന്റെ സാമ്പത്തിക മേഖലയെ അനുഗ്രഹിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാനാണെങ്കിൽ നിങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചാട്ടെ. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. ഹല്ലേലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇന്ന് അന്യഭാഷ ലഭിക്കാൻ ആഗ്രഹിക്കുന്നത് തലയമേ കൈവച്ച് പ്രാർത്ഥിച്ചാട്ടെ. ഇന്ന് നിങ്ങളുടെ വാഞ്ഞ പോലെ ഹാലലൂയ, നിങ്ങളുടെ സേറ് പോലെ പരിശുദ്ധാത്മ നിങ്ങളെ നിറയുക. റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. നാവിനെ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. ഹാലലൂയ. ടാൻജിബിൾ പ്രസൻസ് ഓഫ് ഹോളി സ്പിരിറ്റ്. കർത്താവിന്റെ സാന്നിധ്യം അവർ അനുഭവിക്കട്ടെ അപ്പ. ആ സാന്നിധ്യത്തിൽ നിറയട്ടെ അപ്പ. ഹോ റാന കസീറ്റേക മഷാട്ട റസിയാരഗന. ശ്വാസമുട്ടലുകളെ ദൈവ സൗഖ്യമാക്കുന്നു യേശുവിന്റെ നാമത്തിൽ. ശ്വാസമുട്ടലുകളെ കർത്താവ് സൗഖ്യമാകുന്നു. ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. ഐ കാസ്റ്റ് ഔട്ട് ദ സ്പിരിറ്റ് ഓഫ് ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. ഒരു രോഗത്തിന് നിങ്ങളുടെ മേൽ അധികാരമില്ല യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. എല്ലാരും അൺമ്യൂട്ട് ചെയ്ത് പ്രാർത്ഥിച്ചാട്ടെ. എല്ലാരും അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. റലമന ഷെറ്റ റഹസിയാരഗന റീറ്റേ മസെറ്റ ലഹസിയാരഗന. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഷറബബബബ റബ ഷകസിയാരഗന. മ്യൂട്ട് മാറ്റി എല്ലാരും അൺമ്യൂട്ട് ചെയ്ത് എല്ലാരും ടങ്സ് പ്രാർത്ഥിച്ചാട്ടെ. റല ഷെക്കെ ലഖെ സെക്കെ റബ റീറ്റേ ബസെക റബന. ഹോ ഇന്ന് പരിശുദ്ധാത്മാവിന്റെ തീ കത്തിക യേശുവിന്റെ നാമത്തിൽ. ദുഷ്ടന്റെ എല്ലാ പദ്ധതികളെയും ഹോ റാമ സീക്കറവനെ കത്തിക്കുക. ഇന്ന് എല്ലാരും മ്യൂട്ട് മാറ്റി പ്രാർത്ഥിച്ചാട്ടെ. ഹാലലൂയ. അല്പനേരം. ഹാലലൂയ. റല ഷലബ Rete masete mashete lahaziyaragana. Rete maseke marisa kashahaziyaragana. Thank you Holy Spirit. Thank you Holy Spirit. Sherahaziyaragana harama seka baruta mashaka ziyaragana. Laba shaka ziyaragana. Leba shahaziyaragama shahaziyaraga ripa baba. Le reba shere khazira baba. Le reba shaka ziyaragana. Riba shete marita maseka lake shaka ziriba. Riba shete leke seke reke sheke sikarabana. Rite masikarabana. Rite balusi haziyaragana. Rama shakala haziyaragana. Ripa lika shakaziyaragana. Rete mata sikala haziyaragana. Rete masu shekela haziyaragana. Oh hallelujah. യേശുവിന്റെ നാമത്തിൽ ഉയർച്ച തന്നെ പ്രാപിക്കുന്ന ആശ യേശുവിന്റെ നാമത്തിൽ. The fire of the Holy Spirit. In the mighty name of Jesus. In the mighty name of Jesus. സാന്നിധ്യം. Oh shararabasiharagana. Thank you Holy Spirit. Thank you Holy Spirit. യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. Oh thank you Holy Spirit. കർത്താവേ നന്ദി കർത്താവേ. ഹല്ലേലൂയ. ഷാലിക സിഖറബ ഷഹസിയാരഗന ലറഹസിയാദ റഹസിയാരഗന. ഹല്ലേലൂയ. Thank you Jesus. Thank you Jesus. Hallelujah. Luraba shahaziyaragama sharabasiyaragana. Harabasika shahaziyaragana. Lasika shahaziyaragana. Lahasiyaragama shahaziyaragama shahaziyaragana. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന. ഹല്ലേലൂയ. കർത്താവ് ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ. യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. കർത്താവ് ഡോണ എന്നൊരു മകളെ കർത്താവ് ഒന്ന് സ്പർശിക്കുക. ഡോണ എന്ന് പറഞ്ഞ മകളെ കർത്താവ് സ്പർശിക്കുക. ഹല്ലേലൂയ. റേസെ മനേഖ ഷഹസിയാരഗന ലീക സിഖാരബന. അവളുടെ ജീവിതം അനുഗ്രഹമായി തീരട്ടെ അപ്പ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ കർത്താവേ. ഇന്ന് കർത്താവ് ഈ പ്രാർത്ഥനയ്ക്കകത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി കർത്താവ് തീ പോലെ കർത്താവെ ഇവിടെ വെളിപ്പെടുന്ന കൃപയ്ക്ക് നന്ദി. പ്രവർത്തിക്കുന്ന കൃപയ്ക്ക് നന്ദി അപ്പ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഷേക സിയാരഗന റേനേക സി ഷേക സിയാരഗന
Like a Shahasiadraga Shahasiaragana, Lisika Mashahasiaragana, Lura Mashahasiaragana, Eshu in the Namatil, Eshu in the Namatil, Haramasika Rahashasiaragana. Hallelujah. Thank you, Holy Spirit. Thank you, Holy Spirit. Thank you, Holy Spirit. Thank you, Holy Spirit. Yeshu in the Namatil. Yeshu in the Namatil. Yeshu in the Namatil. Thank you, Jesus. Hallelujah. കർത്താവെ നന്ദിയോടെ സ്തുതിക്കുന്നു അപ്പ നന്ദിയോടെ സ്തുതിക്കുന്നു ഹാലലൂയ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഹാലലൂയ യേശുവിന്റെ നാമത്തിൽ ഓ താങ്ക് യു ഹോളി സ്പിരിറ്റ് കർത്താവെ ഹാലലൂയ കർത്താവ് ഇന്ന് ഇന്ന് പറഞ്ഞ വിഷയങ്ങൾ സകല വിഷയത്തിന് മേലും എന്റെ കർത്താവെ ഞങ്ങളുടെ കൃപ വ്യാപരിക്കുന്നല്ലോ അപ്പ ദൈവമേ ഇത്രത്തോളം നേരം അങ്ങയുടെ സന്നിധിയിലായിരിക്കാൻ തന്ന നല്ല സമയത്തെയോട് ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു യേശുവിന്റെ നാമത്തിൽ കർത്താവ് ഇന്ന് പ്രിയ മക്കൾ ഒറ്റയ്ക്കല്ല കർത്താവെ ഞങ്ങൾ ക്രിസ്തുവിൽ ഒരു മക്കളാണപ്പ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒരു മനസ്സോടെ ഇന്ന് പ്രാർത്ഥിച്ച സമയത്ത് തന്നെ കർത്താവെ ഇന്ന് പ്രിയമക്കൾ ഭാരമായി വന്ന സകല വിഷയത്തിന്മേലും ഇന്ന് സ്വർഗം അറ്റസ്റ്റ് ചെയ്തൊരു ടെസ്റ്റിമണിയാക്കിയത് കർത്താവ് ഈ വരുന്ന ദിവസങ്ങൾ കേൾക്കുമെന്ന് യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രഖ്യാപിക്കുന്നപ്പ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ യേശുവേ ഹല്ലേലൂയ വരുന്ന ദിവസങ്ങളിൽ കർത്താവിൽ ബലപ്പെടുവാൻ അഭിഷേകത്തിൽ നിറയുവാൻ ക്രിസ്തുവിന്റെ ഓരോ ദിവസവും കർത്താവ് ക്രിസ്തുവിന്റെ പടയാളികളായി യഥാർത്ഥ പടയാളികളാകുവാൻ വിവേകവും കർത്താവെ അഭിഷേകവും ആത്മാവിനെ നിറവിൽ നടക്കുന്ന മക്കളായി ഞങ്ങളെ മാറ്റുന്ന കൃപയ്ക്ക് നന്ദിയപ്പ അങ്ങ് ചെയ്ത എല്ലാ അനുഗ്രഹങ്ങൾക്കുമായി സ്തുതിക്കുന്ന കർത്താവെ ഇന്ന് പറഞ്ഞ എല്ലാ വിഷയങ്ങളും എല്ലാ സകല വാഗ്ദത്തത്തിനും മേലും എന്റെ കർത്താവിന്റെ അത്ഭുതത്തെ അങ്ങ് തൊട്ട കൃപയ്ക്ക് നന്ദിയപ്പ എല്ലാരെയും അധികമായി ഞാൻ ബ്ലസ് ചെയ്യുന്നു പ്രാർത്ഥിക്കുന്ന കർത്താവെ എല്ലാരും ദൈവത്തിനെ നന്ദി പറഞ്ഞാട്ടെ ഇന്ന് വിശ്വസിച്ചാട്ടെ കർത്താവെ ഇന്ന് ഈ സമയത്ത് ഞാൻ ഏറ്റുപറഞ്ഞ കാര്യങ്ങൾ ഇന്ന് ഞാൻ അനുഗ്രഹിച്ച വ്യക്തികൾ ഇന്നു മുതൽ ഞാൻ അത്ഭുതത്തെ കാണും ഇന്നു മുതൽ ഞാൻ കർത്താവ് മാറാത്ത വിഷയങ്ങളകത്ത് ഞാൻ അതിനകത്ത് അത്ഭുതമാക്കി മാറുമെന്ന് വിശ്വസിച്ചാട്ടെ താങ്ക് യു ജീസസ് താങ്ക് യു ജീസസ് ഹല്ലേലൂയ താങ്ക് യു ജീസസ് ഹല്ലേലൂയ 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 താങ്ക് യു ജീസസ് ഹല്ലേലൂയ ഞാൻ എല്ലാരും ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ ഹല്ലേലൂയ താങ്ക് യു ഹോളി സ്പിരിറ്റ് ഞാൻ എല്ലാരും ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്ന കർത്താവ് നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ഒരു മണിക്കൂറായി ഒരു മണിക്കൂർ കഴിഞ്ഞു പോയത് അറിഞ്ഞില്ല കൂടുതൽ സമയം പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷെ നമുക്ക് തുടർന്നും പ്രാർത്ഥിക്കണം നമുക്ക് ഉണ്ടല്ലോ പ്രാർത്ഥന സൂം മീറ്റിംഗ് ഉണ്ടല്ലോ കയറി എല്ലാരെയും ബ്ലെസ് ചെയ്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു വരുന്ന ദിവസങ്ങൾ നിങ്ങൾ സാക്ഷ്യം പറയാൻ ഇടവരും നിങ്ങൾക്ക് സാക്ഷ്യങ്ങളൊക്കെ സൂം മീറ്റിംഗ് ഷെയർ ചെയ്യാം എനിക്കറിയാം ഇവിടെ നമുക്ക് സമയത്തിന്റെ ഒരു പരിധിയുണ്ട് ഞാൻ ആ ജസിസ്റ്ററോട് ഒന്ന് എല്ലാവരും ഒന്ന് ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കാനെന്ന് ആഗ്രഹിക്കുന്നു ജസ്റ്റ് ഒന്ന് ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിച്ചാട്ടെ ആമേൻ ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് പേഴ്സണൽ ആയിട്ട് സംസാരിക്കണം കൗൺസിലിംഗ് അങ്ങനെയൊക്കെ വേണമെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയക്കുക ജസ്റ്റ് അവൈലബിൾ ആണ് ഞാൻ അവൈലബിൾ ആണ് നിങ്ങൾ എല്ലാവരെയും ഓർത്ത് നന്ദി പറയുന്നു ദൈവം എല്ലാവരും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലെസ് യു